ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് അവൻ ആത്മാവിൽ ചെന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആത്മാവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം, പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാരിൽ മുഴുവൻ പ്രവചിച്ചു കൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു എന്ന് പത്രോസ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സ്തോത്രം, അദൃശ്യനായി വ്യക്തികളിൽ പ്രവേശിച്ച്, അഭിഷിക്തന്മാരിൽ പ്രവേശിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിച്ചു കൊണ്ടിരുന്ന കർത്താവായിരുന്നു യേശു ക്രിസ്തു. അവരിൽ ക്രിസ്തുവിന്റെ ആത്മാവ് അവരിൽ സംസാരിച്ചു. സ്തോത്രം. അതിനുശേഷം അദൃശ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറി അവൻ കുറച്ചു നാളത്തേക്ക്, വളരെ ചുരുങ്ങിയ ചില വർഷങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രത്യക്ഷനായി. സ്തോത്രം. തിരുവചനം എടുക്കാം. നമ്മള് പ്രൈസ് ദി ലോർഡ് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അതുപോലെ തന്നെ പത്രോസ് എഴുതിയിട്ടുള്ള 2-ാം ലേഖനം 24-ാം വാക്യവും ഒന്ന് എടുത്തു വയ്ക്കാം. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. പാപം ചെയ്യുന്നവൻ 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അവൻ പ്രത്യക്ഷനായത്, അഥവാ ഒരു മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജനിച്ചത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. ഈ നീതിക്ക് ജീവിക്കുക എന്ന വിഷയം ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ ഈ മീറ്റിംഗ് തീരുന്നതിന് മുൻപ്, ഈ മീറ്റിങ്ങുകളുടെ ദിവസങ്ങൾ നാളെ കൊണ്ട് അവസാനിക്കും, അത് തീരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് പോലെ നീതിക്ക് ജീവിക്കുക എന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വായിക്കാം. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷനായത്, അപ്പൊ പ്രത്യക്ഷനാകുന്നതിന് മുൻപ് അവൻ അപ്രത്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ ആത്മാവിൽ പലയിടത്തും പല പ്രവൃത്തികളും ചെയ്തു. അവൻ പ്രത്യക്ഷനായി ഒരു പ്രവൃത്തി ചെയ്തു. അത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക എന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി പ്രപഞ്ച ചരിത്രം കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായൊരു പ്രവൃത്തിയാണ്. സർവശക്തനായ ദൈവത്തിന്റെ മടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന, സകലത്തിൻ്റെയും ആരാധന ഏറ്റുവാങ്ങി, പ്രപഞ്ചത്തിലെ സകല ദൂതന്മാരുടെയും ആരാധന ഏറ്റുവാങ്ങിക്കൊണ്ട് പിതാവിന്റെ മഹത്വത്തിന് ഓഹരിക്കാരനായി അവന്റെ മടിയിലിരുന്നവൻ, പ്രൈസ് ദി ലോർഡ്, ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യ വേഷം ധരിച്ച് ഒരു മനുഷ്യനായി, മനുഷ്യൻ പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ന്യായവിധിയിൽ കിടക്കുമ്പോൾ ആ ന്യായവിധി സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അവൻ ക്രൂശിന്മേൽ കയറി മരിച്ചപ്പോൾ പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറയുമ്പം പനി, തലവേദന, ക്യാൻസർ, സ്തോത്രം, വയറുവേദന, അങ്ങനെയുള്ള ഒരുപാട് തരം രോഗങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന ഒരു സ്തോത്രം ലളിതമായ അർത്ഥത്തിലാണ് സ്തോത്രം ആളുകൾ അതിനെ കാണാൻ ശ്രമിക്കുന്നതും ആ ഒരു അർത്ഥത്തിൽ അത് പ്രസംഗിക്കപ്പെടണം എന്ന ആളുകൾ ആഗ്രഹിക്കുകയും അത്തരം
ഇത്രയും കാര്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് മതി എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആഗോള വ്യാപകമായി മനുഷ്യരിൽ ദൈവസന്നിധിയിൽ കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ കൂടി വരുന്ന ആളുകളിൽ ഒരു വലിയ വിഭാഗം കർത്താവിനെ അറിയാത്തവരും അറിഞ്ഞവരും വരുന്നത് എന്തെങ്കിലുമൊക്കെ രോഗസൗഖ്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രസംഗിക്കാൻ വരുന്നതൊരു രോഗശാന്തി വരപ്രാപ്തനാണെന്നറിഞ്ഞാൽ വലിയ സന്തോഷമായി. അത്ഭുത രോഗശാന്തി വരപ്രാപ്തനാണെന്നറിഞ്ഞാൽ അത് പല സൈസാണ് ഈ രോഗശാന്തി എന്ന് പറയുന്നത്. അത്ഭുത രോഗശാന്തി വരപ്രാപ്തനാണെന്നറിഞ്ഞാൽ അതിനേക്കാളും സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ അത്തരം കൃപാവരങ്ങൾക്ക് പ്രാധാന്യത കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പരസ്യം കൊടുത്ത് നടത്തപ്പെടുന്ന വൻകിട മീറ്റിങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടി വരുന്നത് നമ്മൾ സ്തോത്രം അറിയാറുണ്ട്, കാണാറുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഇടയ്ക്ക് ഓരോ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു നഷ്ടവും വരത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മാത്രമല്ല, ഈ ആളുകളുടെ സ്തോത്രം ചെവി കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞാൻ സ്തോത്രം പറയൂല എന്ന് വാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത്, ഈ സ്തോത്രം എന്ന ആദരഫലം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് അവരവർക്ക് തന്നെ വലിയ ഗുണമാണെന്ന എൻ്റെ ചിന്ത. അവരവർക്ക് തന്നെ വലിയ പ്രയോജനമാണെന്ന. മാത്രമല്ല, ഈ സ്തോത്രം പറയേണ്ടടുത്ത് സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ വലിയ ദോഷമാണ്. ഈ സ്തോത്രം ദൈവത്തിന് കൊടുക്കാനുള്ള യാഗമാ. ഈ സ്തോത്രം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വമാ. പഴയ നിയമ കാലങ്ങളിൽ കൊമ്പും കുളമ്പുമുള്ള മൂരിയെയും ആട്ടുകൊറ്റനെയും ഒക്കെ യാഗം കഴിച്ച് വലിയ ചെലവോടെ ദൈവത്തെ ആരാധിച്ചിരുന്ന ദൈവജനത്തിന്റെ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ അധരം തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ മതി എന്ന അളവിലേക്ക് ഇത് ലളിതമായിട്ട് പോലും നമ്മൾ വാ തുറക്കുന്നില്ല. പിന്നെ എന്നാ പറയാനാ? പിന്നെ ഇന്നാരൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ സ്തോത്രം പറയും എന്ന നിലപാടുള്ളവരുണ്ട്. നോക്കട്ടെ പറയാനാവുമോ എന്ന്. സ്തോത്രം. നോക്ക്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പറ്റൂച്ച ഇടയ്ക്കൊരു സ്തോത്രം പറ. ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, മനുഷ്യവംശത്തിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതുകൊണ്ടാ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാ ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഇന്ന് പലരും വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അതുകൊണ്ടാ ഇന്ന് പലരും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുടഞ്ഞ ചേറ്റിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാ പലരും മാരക രോഗങ്ങളുടെ ബന്ധനം വരുത്തുന്ന ദുശ്ശീലങ്ങൾക്കകത്തു നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിന്റെ ശേഷിക്കുന്ന ഒരു ആയുസ് സന്തോഷത്തോടെ ചെലവഴിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം. അത് പാപം എന്ന രോഗത്തിനാണ് ആ സൗഖ്യം വന്നിരിക്കുന്നത്. അത് സകല മനുഷ്യർക്കും വേണ്ടി നിൽക്കുന്ന ഒരു സൗഖ്യമാണ്. ആരൊക്കെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നുവോ, ആരൊക്കെ പാപങ്ങൾ ഏറ്റുപറയുന്നുവോ, ആരൊക്കെ വീഴ്ചകൾ ഏറ്റുപറയുന്നുവോ, യേശുവേ നീ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അവരുടെ മുഴുവൻ അടുക്കൽ ഇപ്പോൾ കർത്താവ് നിൽക്കുന്നുണ്ട്. എന്നെ നന്നായി കഴുകി അകൃത്യം പോക്കണമേ എന്ന് ആരൊക്കെ പറയാൻ തയ്യാറാകുന്നുണ്ട്, അവരുടെയൊക്കെ അടുക്കൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് തന്റെ വകയാക്കി മാറ്റുവാൻ കർത്താവ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവരുടെ ഹൃദയത്തിന്റെ കേന്ദ്രസ്ഥാനത്തിരുന്ന് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ അവൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിന്റെ മർമ്മം നന്നായിട്ടറിഞ്ഞവരാണ് ആദ്യകാലങ്ങളിൽ പാടിയത്. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. ഹല്ലേലൂയ. അടിപ്പിണരാൽ. സ്തോത്രം. ബാക്കി അറിയാവുന്നവരൊന്ന് പാടിക്കേ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി
താൻ നടത്തിയിടുമേ. അടിപ്പീണരാലവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഒന്ന് വാതുറന്ന് പാടിയാട്ടെ പ്രിയപ്പെട്ടവരെ. പുറകിലിരിക്കുന്നവർക്കൊക്കെ അത് അറിയാമല്ലോ. ഇത് അറിയാത്ത ആരുമില്ലല്ലോ. ഇത് പുതിയ പാട്ടല്ലല്ലോ, പഴയ പാട്ടല്ലേ. അടിപ്പീണരാലവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തിയിടുമേ. അടിപ്പീണരാലവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. Praise the Lord. സന്തോഷമുള്ളവർക്കൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാം. സന്തോഷത്തെ കെടുത്തിക്കളയുന്ന സകല അശുദ്ധ സാന്നിധ്യങ്ങളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ തിരുവചനത്തിലേക്കും കാൽവരിയിൽ ഹല്ലേലൂയ രക്താഭിഷിക്തനായി കിടക്കുന്ന യേശു ക്രിസ്തുവിലേക്കുമുള്ള ഏകാഗ്രതയെ തടസ്സപ്പെടുത്തി വ്യാപരിക്കുന്ന സകല പോരാട്ടങ്ങളെയും സകല യുദ്ധങ്ങളെയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുകയാണ്. സ്തോത്രം. വലിയ യുദ്ധങ്ങളുണ്ട് ഇന്ന് രാത്രിയിൽ നിന്ന് ദൈവത്തിന്റെ ജനം ഓർക്കണം. ദൈവവചനം വെളിപ്പെടാതിരിക്കുവാൻ, ദൈവ സാന്നിധ്യം വെളിപ്പെടാതിരിക്കുവാൻ, ദൈവശക്തി വെളിപ്പെടാതിരിക്കുവാൻ, ദൈവ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുവാൻ വലിയ യുദ്ധങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ദൈവത്തിന്റെ ജനം ഓർക്കണം. ഇന്ന് വീട്ടിലേക്ക് കടന്നു പോകുന്നവർ ബന്ധനങ്ങളുമായി പോകരുത്. ഇന്ന് വീട്ടിലേക്ക് കടന്നു പോകുന്നവർ വിടുതലുകളുമായി പോകണം. തീക്കകത്ത് വെച്ച ഉണക്ക വിറക് പോലെ ഇന്ന് രാത്രി കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങള് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ആരാധനയുടെ മർമ്മമത. കാരണം യാഗപരിചയമുള്ള യാഗങ്ങൾ കണ്ടു ശീലിച്ച ഈ പൗലോസ്, സ്തോത്രം, അത് കണ്ടോണ്ട ശരീരങ്ങൾ മാംസം തീക്കകത്ത് ദഹിക്കുന്നത് കണ്ടുകൊണ്ടാണ്, ആ കാഴ്ച മനസ്സിൽ കണ്ടുകൊണ്ടാണ് സ്തോത്രം ആ ഭാഗം എഴുതുന്നത്. ഹല്ലേലൂയ. മാംസം തീക്കകത്തിരിക്കുന്നത് എങ്ങനെയാണ്? ആടിനെയും കാളയെയും കണ്ണമായി നുറുക്കി യാഗപീഠത്തെങ്കിൽ വെക്കുമ്പോൾ, അതിലെ കനലുകളിലേക്ക് വെക്കുമ്പോൾ അത് ഫ്രീസറിലിരിക്കുന്ന ഇറച്ചി പോലല്ല ഇരിക്കുന്നത്. ഫ്രീസറിലിരിക്കുന്ന ഇറച്ചിയുടെ പ്രത്യേകത അത് അനങ്ങാതിരിക്കുകയാണ്, അത് ഹാർഡായിട്ടിരിക്കുകയാണ്, അതിൽ യാതൊരു ചലനങ്ങളുമില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, അത് എടുത്തൊരു സ്ഥലത്ത് വെച്ചാൽ, പച്ച ഇറച്ചിയാണ് എടുത്ത് എവിടെയെങ്കിലും ഇട്ടാൽ അതൊന്ന് വൈബ്രേറ്റ് ചെയ്യുമെങ്കിലും ചെയ്യും. ചിലർക്ക് ആ വൈബ്രേഷനെങ്കിലും ഉണ്ട്. സ്തോത്രം. എന്നാൽ ഈ ഫ്രീസറിലിരുന്ന് ഇറച്ചി എടുത്ത് നിങ്ങള് പരിചയമുണ്ടല്ലോ എല്ലാവർക്കും. സ്തോത്രം. അത് മേശപ്പുറത്തോട്ട് ആ കട്ടിംഗ് ടേബിളിലോട്ടൊന്നിട്ട് ഒരു വൈബ്രേഷനും അവനില്ല, യാതൊരു ചലനവും അവനില്ല. എത്രയോ കാലം മുമ്പ് ഫ്രീസറിൽ കയറിപ്പോയതാ പലരും. പിന്നെ ഇതുപോലുള്ള സാഹചര്യത്തിലാണ് ഇത് ഇറങ്ങി വരുന്ന ഫ്രീസറിൽ. ദൈവത്തിന് ഫ്രീസറിൽ നിന്ന് ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാ സഭകൾക്കകത്തും ഈ ഞായറാഴ്ച നല്ലപോലെ ആരാധിക്കുന്ന ഒരു 2-3 എണ്ണമെങ്കിലും കാണും. അവരുടെ പച്ചയിലാണ് ഈ സഭ ഓടിപ്പോകുന്നത്, ആരാധന ഓടിപ്പോകുന്നത്. അവരും കൂടെ ഇല്ലാതായി കഴിയുമ്പോൾ ബാക്കി അവസ്ഥ എന്താവും എനിക്കറിയത്തില്ല. സ്തോത്രം. ഈ പെന്തക്കോസ്ത് പിന്നെ ശരിക്കും വെറും ബ്രന്തക്കോസായി പോകുന്ന എൻ്റെ ഒരു ഡൗട്ട്. എന്ന് പറഞ്ഞാൽ ബ്രദറും
ബ്രദറനും പെന്തക്കോസ്തും കൂടെ ചേർന്നൊരവസ്ഥയുണ്ട്. ആദ്യം പെന്തക്കോസുകാരായിട്ട് ആരാധിച്ച് കയറി വരുന്ന ദൈവത്തിൻ്റെ ജനം പതുക്കെ 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 ഒരു ബ്രദറൻ സ്റ്റൈലിലോട്ട് മാറിയിട്ട് ബ്രന്തക്കോസ് ആകും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ആരാധനയില്ല, ചലനമില്ല, സ്തോത്രമില്ല, യാതൊരു സ്തോത്രം മൂവ്മെന്റുമില്ല. വന്നിരിക്കണു, കാര്യങ്ങളുടെ സമയം കഴിയുന്നു എന്ന് പറഞ്ഞാൽ ആരാധനയുടെ മീറ്റിങ്ങിന്റെ സമയം കഴിയുന്നു. കറക്റ്റ് സമയം കഴിയുമ്പോൾ അറിയാം, കാരണം ഗുളിക കഴിക്കാൻ സമയമായി. പണ്ട് ഗുളികകളൊന്നും ആർക്കും കഴിക്കണ്ടായിരുന്നു. 3-4 മണിക്കൂർ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ ഇരുന്ന് പോകുന്ന അന്നത്തെ 80-90 വയസ്സും പ്രായമുള്ളവർക്കൊക്കെ നല്ല ആരോഗ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് അങ്ങനല്ല, ഗുളികയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഗുളിക കഴിക്കേണ്ട സമയമായി എന്ന് ഓർക്കുന്നു. അതറിയാവുന്ന ഏതൊരു പാസ്റ്ററും ആദ്യം അറിഞ്ഞിരിക്കേണ്ട, ഒരു സഭയുടെ ചാർജ് എടുക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കറക്റ്റ് ഗുളിക കഴിക്കേണ്ട സമയത്തിന് മുമ്പ് പണി നിർത്തിയിരിക്കണം, ഇല്ലേ പാസ്റ്റർ ഉത്തരവാദിത്വം പറയേണ്ടി വരും പലതിനും. ഏതായാലും അങ്ങനെ ആയിപ്പോയി. ഇപ്പോഴെങ്കിലും നമുക്കൊന്ന് അനക്കിയെടുക്കാൻ പറ്റൂച്ച, അതാവട്ടെ എന്ന് വിചാരിച്ചോണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരു സ്വോത്രം പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് സ്വോത്രം വരുന്നുണ്ട്. ഇനി ഫ്രണ്ടിൽ നിന്ന് ചില സ്വോത്രങ്ങളൊന്നും വന്നാട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് പുറകിൽ നിന്ന് സ്വോത്രം വന്നേ പറ്റൂ. കാരണം നിങ്ങളുടെ സ്വോത്രമാണ് നമുക്കിവിടെ പവർ. അത് പരമാവധി ശബ്ദത്തിൽ പറയണം എന്ന് ഞാൻ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം ചെയ്ത്, കാരണം വചനം എന്താ പറയുന്നത്? ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവ്. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അവന് നമ്മളൊരു കസേര ഇട്ട് കൊടുക്കണം. ആ കസേര എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്തോത്രമാണ്. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവർ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോ ഈ യാഗപീഠത്തിലെ കനലുകളിലേക്ക് മാംസം എടുത്ത് വെക്കുമ്പം അതെന്തായിരിക്കുമെന്ന് അറിയണമെങ്കിൽ വീട്ടിൽ ചെന്ന് സ്തോത്രം ഈ പച്ചയിറച്ചി മേടിക്കുന്ന സമയത്ത് അതിലൊരു കഷ്ണം എടുത്ത് അടുപ്പിലിടണം. ഈ ചില വീടുകളിലെങ്കിലും ഇപ്പോഴും വിറക് കത്തിക്കുന്ന അടുപ്പ് അത്യാവശ്യത്തിന് വേണ്ടിയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ, വരും തലമുറക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അവിടെ തീ പിടിപ്പിച്ചിട്ട് ആ കനലിലേക്ക് മാംസം ഒന്ന് ഇട്ട് കൊടുക്കണം. അത് ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ അവിടെ ഇരിക്കത്തില്ല. ആ ചൂടടിക്കുന്ന അനുസരിച്ച് അത് ചുരുണ്ട് പൊളഞ്ഞ് വീർത്ത് വലിഞ്ഞ് നീണ്ട് തെറിച്ച്, കാരണം അതിലേക്ക് ചൂട് കയറുവാണ്. അതിന്റെ ഓരോ കോശങ്ങളിലേക്കും ചൂട് കയറിയിട്ട് അതിന്റെ പ്രകൃതിക്ക് വ്യത്യാസം വരുത്തുകയാണ്. പെന്തക്കോസ്ത് ആരാധന എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ആരാധിച്ചതുപോലെ അവരാക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികൾ കുലുങ്ങി ആ അനുഭവം വരുന്നത് പെന്തക്കോസ്ത് ആരാധന. പെന്തക്കോസ്തിന്റെ വളർച്ച എന്ന് പറയുന്നത് പ്രസംഗത്തിന്റെ പാണ്ഡിത്യത്തിൽ കിടക്കുന്ന കാര്യമല്ല, വചന പാണ്ഡിത്യത്തിൽ നിന്ന് വരുന്ന കാര്യമല്ല. ആരാധിക്കുന്ന ജനത്തിന്റെ ആരാധനയുടെ ശക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചുറ്റുപാടും വ്യാപരിച്ചിട്ട്, ദേശങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് രക്ഷയ്ക്കായി മുൻനിയമിക്കപ്പെട്ടവരെ വിളിച്ചടിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അതിലേക്ക് മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പണ്ടത്തെ ആരാധനകൾ കണ്ടിട്ടുള്ള ചിലരിവിടെ ഉണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ ആയിരിക്കും എല്ലാവരും. ആളുകൾ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ഹോളിനകം നിറച്ച് ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ട് ഞെരുങ്ങി നിറയുകയാണ്. ഹോളിനകത്ത് നിറയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഓരോ ശരീരത്തിലും, ഓരോ മാംസ കോശങ്ങളിലും, ഓരോ ആന്തരാവയവങ്ങളിലേക്കും കടന്ന് ആ വ്യക്തിയെ സമൂലമായ അഗ്നിക്കിരയാക്കുകയാണ്. ദൈവാത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവ് ശരീരത്തിലൂടെ കടന്നു പോകുമ്പോ ഈ പഴകിപ്പോയ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി റോബോട്ടുകളുടെ സഹായത്തോടുകൂടെ മിനി സെൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഇപ്പൊ ഡോക്ടർമാര് നടപ്പിൽ വരുത്തുന്നുണ്ട്.
നമ്മുടെ നാട്ടിൽ അത് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിനിസെൽ, ഒരു ബാക്ടീരിയയുടെ സ്തരത്തിനുള്ളിലേക്ക് ഒരു ലേപനം നിറച്ച് അതിനെ സെറ്റുക്സിമാബ് എന്ന മറ്റൊരു ലേപനം കൊണ്ട് പൊതിഞ്ഞ് അതിനെ പാക്ലിറ്റാക്സൽ ആണ് ഇതിലകത്ത് നിറയ്ക്കുന്ന ലേപനം. അതിനെ പുറത്ത് സെറ്റുക്സിമാബ് എന്ന മറ്റൊരു ലേപനം പുരട്ടിയിട്ട് അതിനെ നേരെ ക്യാൻസറുള്ള ഒരു ഗുളികയുടെ അകത്താക്കി ക്യാൻസറുള്ള സെല്ലിലേക്ക് അതിനെ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതവിടെ ചെന്ന് ആ ക്യാൻസറുള്ള സെല്ലിനെ നശിപ്പിച്ചിട്ട് വിസർജ്യത്തിലൂടെ പുറത്തു പോവുകയാണ്. എനിക്കറിയില്ല ആ ചികിത്സ എത്രത്തോളം വ്യാപകമായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അവിടെ സംഭവിക്കുന്നത് ഈ ചെറിയ ബാക്ടീരിയയുടെ സ്തരം, കണ്ണുകൊണ്ട് കാണാനാകാത്ത ഈ സ്തരം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടെ അതിൽ പ്രൈസ് ദി ലോർഡ് ഈ സ്തോത്രം മരുന്നുകൾ നിക്ഷേപിച്ച് അതിനെ ആ ക്യാൻസർ ഇരിക്കുന്നിടത്തേക്ക് പറഞ്ഞു ചെല്ലുമ്പം ആ ക്യാൻസർ സൗഖ്യമാകുന്നത് പോലെ, ആ ക്യാൻസറിന്റെ സെല്ലുകൾ നശിപ്പിക്കപ്പെടുന്നത് പോലെ, സ്തോത്രം, ഒരുപക്ഷെ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയിലാണ് പരിശുദ്ധാത്മാവാം ദൈവം ആരാധിക്കുന്ന, ശരീരം ചെലവഴിച്ച് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ശരീരത്തിന്റെ കോശങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുന്നത്, ആന്തരാവയവങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്, രോഗബാധിതമായ കോശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ജീവനും വിശുദ്ധിയുമുള്ള ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ആദ്യം ഒന്ന് വിശുദ്ധീകരിക്കപ്പെടണം. കർത്താവ് അനുവദിച്ചാൽ അത്തരം ഒരു ആരാധനാന്തരീക്ഷത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അതിനു മുൻപ്. സ്തോത്രം. ഒന്ന് വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടുക, വിശുദ്ധമാവുക എന്നൊക്കെ പറഞ്ഞാൽ സെപ്പറേറ്റഡ് ഫോർ ഗോഡ് എന്നാണ് അർത്ഥം. അല്ലാതെ സ്തോത്രം ശുദ്ധിയല്ല. ശുദ്ധി എന്നതിൻ്റെ ഓപ്പോസിറ്റ് അശുദ്ധിയാണ്. എന്നാൽ വിശുദ്ധി എന്നതിൻ്റെ ഓപ്പോസിറ്റ് പദം അശുദ്ധി എന്നല്ല. പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നുന്നതെങ്കിലും വിശുദ്ധി എന്നതിൻ്റെ ഓപ്പോസിറ്റ് സാധാരണയായത്, ഓർഡിനറി ആയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ സഭകളിലൊക്കെ കർത്തൃമേശയ്ക്ക് വേണ്ടി പാത്രം ഉണ്ടാവും പണ്ട്. ഇപ്പം ഈ ചെറിയ ടെസ്റ്റ് ട്യൂബിൻ്റെ വലുപ്പത്തിലുള്ള ഉണ്ണിക്കപ്പുകളാണുള്ളത്. അത് ആ ഹൈജീനിക് ഗ്രൗണ്ടിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പണ്ടൊക്കെ കർത്തൃമേശയ്ക്ക് ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ബ്രെഡോ നുറുക്കി വെക്കുന്ന പാത്രങ്ങൾ ഉണ്ടാവും. കർത്തൃമേശയുടെ സമയം മാത്രമേ ഈ പാത്രം പുറത്തേക്ക് എടുക്കത്തുള്ളൂ. ആ വൈൻ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ആ ഗ്ലാസ് പുറത്തെടുക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആ ദിവസത്തിൽ ആ ഒരു പ്രത്യേക പ്രക്രിയയ്ക്ക് വേണ്ടി, ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടി മാത്രമാണ് അത് പുറത്തെടുക്കുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ അത് അവിടെ ഇരിക്കും. ഒരു ദിവസം ചർച്ചിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നു. പാഴ്സനേജിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ചോറ് വിളമ്പി ദൈവദാസി. പിന്നെ 1-2 പാത്രത്തിന്റെ കുറവുണ്ട്. ഏതെങ്കിലും ദൈവദാസി പറയുമോ, അച്ഛാ നമ്മുടെ ആ കർത്തൃമേശയുടെ പ്ലേറ്റിംഗ് എടുത്ത് എന്നൊരു ദൈവദാസിയും പറയുകയില്ല. സ്തോത്രം. അങ്ങനെ പറയുന്നത് കുറ്റമാണോ നല്ലതാണോ എന്നൊന്നും ഞാൻ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആരും പറയുകയില്ല. പാത്രമില്ലേ, ഉള്ള പാത്രത്തിൽ കഴിച്ചാൽ മതി. കർത്തൃമേശയ്ക്കുള്ള പാത്രം അത് വേറെ പാത്രമാണ്. വിശുദ്ധി എന്ന വാക്കിൻ്റെ സ്തോത്രം നിർവചനം ഏറെക്കുറെ അങ്ങനെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. ഞാൻ ദൈവത്തിനുള്ള വ്യക്തിയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ഓരോ ദൈവത്തിൻ്റെ പൈതലും ദൈവത്തിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. ദൈവത്തിൻ്റെ മാത്രം അവകാശത്തിൽ കിടക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കണ്ണും കാതും നാവും ഹൃദയവും, ആ വ്യക്തിയുടെ ശരീരവും, ആ വ്യക്തിയുടെ ഓരോ മനസ്സും ശരീരവും, ആ വ്യക്തിയുടെ ആത്മാവും പ്രാണനും, ആ വ്യക്തി സമ്പൂർണമായി യഹോവയുടെ ഓഹരിയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാനുള്ള ഓഹരിയാണ്. ആ ഓഹരി അങ്ങനെ തന്നെ ഇരുന്നാൽ വിശുദ്ധി നിലനിൽക്കും. നമ്മൾ ഈ സാധാരണ ജീവിതത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ഈ ഓഹരി വേറെ ചില കാര്യത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്തോത്രം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില കാര്യത്തിനൊക്കെ ഉപയോഗിച്ചാൽ നമുക്കത് എടുത്ത് പിന്നെയും കഴുകിയെടുക്കാം. പക്ഷേ ചില കാര്യത്തിന് ഉപയോഗിച്ചാൽ ആ വഴി അതങ്ങ് പോകും. മരണത്തിനായിട്ടുള്ള പാപവുമുണ്ട്,
മരണത്തിനല്ലാത്ത പാപവുമുണ്ട്. സ്തോത്രം. അപ്പൊ മരണത്തിനായിട്ടുള്ള പാപങ്ങൾക്ക് ചിലപ്പം, കാരണം പിശാചിന്റെ പണി എന്താ? അവൻ രക്ഷിക്കപ്പെട്ടു പോയി, ഞാൻ പറഞ്ഞ അവനോട് രക്ഷിക്കപ്പെടരുത്, സ്തോത്രം, ഇങ്ങനൊന്നും പോരുത്, നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞത്. പക്ഷെ അവൻ സമ്മതിച്ചില്ല, അവൻ രക്ഷിക്കപ്പെട്ടങ്ങ് പോയി. എന്നാ പിന്നെ അവനങ്ങ് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവനല്ല പിശാച്. ഇവൻ മരിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചു കൊണ്ടുപോകാമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് സമയം, ഒരു സെക്കൻഡ് ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗ്യാപ്പിലൂടെ കയറി ഇവളെ പിടിച്ചു കൊണ്ടുപോകാൻ 24 മണിക്കൂറും ഉറക്കമില്ലാതെ ഉത്സാഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനെയാണ് നമ്മൾ പിശാചെന്ന് പറയുന്നത്. അപ്പൊ ഇടയ്ക്ക് അവനങ്ങ് കൊണ്ടുപോകും. ഇടയ്ക്കങ്ങ് കൊണ്ടുപോയിട്ട് ഒരു പരുവത്തിനാക്കി ചിലപ്പോൾ അങ്ങ് തീർക്കും. ചിലപ്പം ചില ബന്ധനങ്ങൾക്കകത്തേക്ക് അവൻ കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് അഴിച്ചെടുക്കാൻ വലിയ പാടാ. സ്തോത്രം. എന്നാലും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ അവന് അങ്ങനങ്ങ് കെട്ടിയിടാൻ സാധ്യമല്ല. സ്തോത്രം. ഏത് ബന്ധനങ്ങൾക്കകത്തു നിന്നും അഴിച്ചെടുക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ജനം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ മറന്നു പോകരുത്. നിങ്ങളിൽ ആരാധന കത്തിപ്പടരുകയാണെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തിവെക്കും. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ വളരെ അത്യാവശ്യമാ ആത്മാവിന്റെ ഒരു വലിയ ഓഹരി വ്യക്തി ജീവിതങ്ങളിൽ അഗ്നി പോലെ പടർന്ന് ഒരു മേഘവിസ്ഫോടനത്തിൽ മഴ പെയ്യുന്നത് പോലെ ദൈവശക്തിയാൽ ആളുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അശുദ്ധിക്കും സാധാരണ ജീവിതത്തിന്റെ അയോഗ്യമായ പ്രവൃത്തികൾക്കുമൊക്കെ ജീവിതം ഏൽപ്പിച്ച് കളഞ്ഞ കഴിഞ്ഞ നാളുകളിൽ ശ്രദ്ധയില്ലാതെ കൊണ്ടുപോയ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രമാക്കുവാൻ, നിങ്ങളിൽ പലരെയും നീതിയിലേക്ക് തിരിക്കുവാനാണ്. ഈ ദേശത്ത് പലരെയും നീതിയിലേക്ക് തിരിക്കുവാനാണ് ചിലർ വളരെ കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് ഇപ്രകാരം ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചത്. അത് വൃഥാവായി പോകാതിരിക്കുവാൻ ഈ ദേശത്ത് ദൈവത്തിന്റെ ജനം, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കണം. എന്നെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണമേ, എന്നെ ഒന്ന് വെടിപ്പാക്കിയെടുക്കണമേ. അങ്ങനെ അങ്ങോട്ട് ആരാധന വിശുദ്ധിയിൽ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള. എന്താ ഈ ദൈവത്തിന് പ്രസാദമുള്ള യാഗം? ഞാനേ എടുക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് വന്നില്ല, എനിക്കറിയത്തില്ല. ദൈവാത്മാവ് കൊണ്ടുപോകുന്ന വഴിയെ ഞാൻ പോയേ പറ്റത്തുള്ളൂ. നാളെ 9 മണി ആകുന്നതിന് മുമ്പ് പ്രസംഗിച്ച് തീർക്കാൻ ഞാൻ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും എനിക്ക് ഇന്നലെ കുറച്ച് പറഞ്ഞെങ്കിലും ഇന്ന് കുറേ പറയാനുണ്ടെങ്കിലും കയറിയിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് വേറൊരു പരിപാടി ഉണ്ടെങ്കിൽ, സ്തോത്രം, അല്ല റോബിൻസ, എനിക്ക് വേറൊരു പരിപാടിയുണ്ട്, അത് ശരിയാവൂല. അല്ല പരിശുദ്ധാത്മാവേ, അത് ഞാൻ സമ്മതിക്കൂല, എനിക്ക് എൻ്റെ പ്രസംഗം പ്രസംഗിക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാ സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടത്തിനാ കാര്യങ്ങൾ നടക്കേണ്ടത്. ഈ ജനത്തെക്കുറിച്ച് പദ്ധതിയുള്ളത് ദൈവത്തിന്. ഈ ജനത്തിന് വേണ്ടി കാൽവരിയുടെ ഗിരിതടങ്ങളിൽ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടവൻ യേശു കർത്താവ്. അവന്റെ ജീവന്റെ മുദ്രയാണ് വ്യക്തികളിൽ പതിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ ആത്മാവാണ് വ്യക്തികളെ ഒരുക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും. ഇതെന്താ ദൈവത്തിന് പ്രസാദം എന്ന് പറഞ്ഞാൽ? ഈ ആരാധിക്കുന്നവന്റെ ഹൃദയം, കയ്യടി നടക്കുന്നുണ്ട്, ചാട്ടം നടക്കുന്നുണ്ട്, ബഹളം നടക്കുന്നുണ്ട്, പലതും നടക്കുന്നുണ്ടെങ്കിലും അത് പുറത്തുനിന്ന് ആൾക്കാർക്കൊക്കെ കാണാമെങ്കിലും ഈ ആരാധിക്കുന്നവളുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുമ്പം അവിടുത്തെ ഇമാജിനേഷൻസ് എന്താണ് എന്ന് ദൈവം നോക്കും. ആ ഇമാജിനേഷനാണ് തീരുമാനിക്കുന്നത് അന്യാഗ്നിയാണോ ദൈവാഗ്നിയാണോ. ദൈവാഗ്നിയാണെങ്കിൽ ഇമാജിനേഷൻ കറക്റ്റ് ആയിരിക്കും.
ദൈവമായിരിക്കും ഹൃദയത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ തേജസ്സുള്ള മുഖമായിരിക്കും അകക്കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ജനം ചെന്നെത്തുവാനിരിക്കുന്ന സിയോൻ പുരിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളായിരിക്കും സ്തോത്രം യഥാർത്ഥ അഗ്നിയിൽ ആരാധിക്കുന്ന വ്യക്തിയുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുക. എന്നാൽ നിയോപെന്റക്കോസ്റ്റലിസം എന്നറിയപ്പെടുന്ന ഒരു ഗംഭീര സംഭവം ദൈവമക്കൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി സ്വാധീനമേറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെക്കുറെ 1 നൂറ്റാണ്ടോളമായി. നമ്മുടേത് 1 നൂറ്റാണ്ട് പഴക്കമുള്ള അസൂസ തെരുവിൽ ആരംഭിച്ചതോ ചാൾസ് ബർഹാമിന്റെ ബൈബിൾ കോളേജിൽ ആരംഭിച്ചതോ ആയ പെന്തക്കോസ്റ്റലിസം അല്ല. സിയോൻ മാളിക മുറിയിൽ ഇറങ്ങി വന്ന് അഗ്നിനാവുകളായ വ്യക്തികളുടെ മേൽ പതിച്ച് അത് ജനത്തെ മുഴുവൻ അവിടെ കൂട്ടിവരുത്തുമാറാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആത്മാവ്. തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ചാൾസ് ബർഹാമിന്റെ ബൈബിൾ കോളേജിലെ ആത്മാവ് ശരിയല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അസൂസ തെരുവിലെ ഉണർവ് ശരിയല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിനകത്തുകൂടെ ഒരു കൂട്ടര് കയറി വല്ലാതെ അങ്ങ് വിരകിപ്പോയി. അവരെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തെളിയിക്കാൻ എനിക്കുണ്ട് വേദപുസ്തകത്തിൽ നിന്ന്. പക്ഷെ അതൊരു പ്രത്യേക സ്റ്റഡി ടൈപ്പിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ചില കാര്യങ്ങൾ ഓരോ വാചകവും ശ്രദ്ധിച്ചിരിക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു കണക്ഷൻ, ആ ഓരോ വാചകവും ശ്രദ്ധിക്കണം, അത് പിടിച്ചെടുക്കണം, അത് വിചിന്തനം ചെയ്യണം, വിശകലനം ചെയ്യണം. സ്തോത്രം. കേൾക്കണം, ഗ്രഹിക്കണം, അപഗ്രഥിക്കണം, സംഗ്രഹിക്കണം, പിന്നെ അതിൻ്റെ ഫലം വരണം. ഇത് പ്രോസസ്സ് ഒരുപാടുണ്ട്. പലരും ശരിക്കും കേൾക്കുന്ന പോലുമില്ല. പിശാച് ഒരു വിശ്വാസിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി ഈ കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു വരുന്നതിനടുത്ത് പ്രധാനപ്പെട്ട 2 വാചകം പറയുമ്പം പെട്ടെന്നൊരു ഉറക്കം അങ്ങ് വരും. ആ വാചകം നീ കേൾക്കേണ്ടെന്നാ പിശാച് പറയുന്നത്. അപ്പൊ എല്ലാ വാചകങ്ങളും കേൾക്കാനുള്ള ഏകാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു ജനത്തിന് മുമ്പിൽ മാത്രമേ അത്തരം സബ്ജക്റ്റ് പറയാൻ പറ്റൂ. അല്ലേ പറയും അയാൾ വന്ന് ദുരുപദേശം പറഞ്ഞിട്ട് പോയി എന്ന് പറയും. ചുമ്മാ എന്തിനാ? ഞാൻ വേലിയയിലിരിക്കുന്ന പാമ്പിനെടുത്ത് എൻ്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോ ഒരുപാട് ദുരുപദേശങ്ങൾ കയറിക്കൂടിയ അതിൻ്റെ ഭാഗമായി ഒരു വൻകിട ദുരുപദേശം കയറിക്കൂടി നിങ്ങളുടെ മനസ്സിന്റെ 4-ാം മണ്ഡലത്തെ കാഴ്ചകൾക്ക് വേണ്ടി ഒരുക്കുക. 4th ഡയമെൻഷൻ. 4-ാം മണ്ഡലത്തെ കാഴ്ചകൾക്ക് വേണ്ടി ഒരുക്കുന്നത് നമ്മളല്ല. അറിയാമോ? 4-ാം മണ്ഡലത്തെ കാഴ്ചകൾക്ക് വേണ്ടി ഒരുക്കാൻ ഒന്നുകിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? ചുരുക്കി ഞാൻ പറയുക, ഈ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ ഒരു വൃക്ഷത്തിന്റെ കീഴിൽ തപസ്സിരുന്ന് പ്രാപിച്ചെടുത്ത ഒരു പ്രവർത്തനമാണ്. 4-ാം മണ്ഡലത്തെ പ്രകാശിതമാക്കുന്ന, വിചിന്തനങ്ങളിലേക്കും സങ്കല്പങ്ങളിലേക്കും ഉദ്ദീപിപ്പിച്ചെടുക്കുവാൻ, പ്രവർത്തനക്ഷമമാക്കിയെടുക്കുവാൻ സാധ്യതപ്രായമാകുന്ന ഒരു പവർ അവിടുന്ന് അങ്ങോട്ട് ആരംഭിച്ചു. അതിനൊക്കെ വളരെ മുമ്പേ അത് ആരംഭിച്ചതാ. കിഴക്കൻ ലോകത്തിൽ അത് അദ്ദേഹത്തിലൂടെയാണ് വെളിപ്പെട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ പവറിൽ 4-ാം മണ്ഡലം പ്രകാശിതമായി. പലതും മനസ്സിൽ കാണാനും മനസ്സിൽ കാണുന്ന കാര്യം നടത്തിയെടുക്കാനും. പറഞ്ഞ മനസ്സിലായോ? വളരെ ശ്രദ്ധിക്കണേ. ഇല്ലേ ദുരുപദേശകനാണെന്ന് പറയും നിങ്ങൾ ചിലർ എന്നോട്. ഇതൊക്കെ പലർക്കും അറിയാമെങ്കിലും പറയല. കൂടെ അല്ലേലേ പറഞ്ഞങ്ങ് കൂടുവാന്നേ. പലരും അറിയാമെങ്കിലും പറയാത്ത എന്താന്ന് ചോദിച്ചാൽ ജീവിച്ചു പോകണല്ലോ എന്നോർത്താ. എനിക്ക് ജീവിച്ചു പോണ്ട, ഈ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. അതിനാ എന്നെ ആക്കിയിരിക്കുന്നത്.
എന്നെ ദൈവം അത് അറിയിച്ചിരിക്കുന്നത് അതിനാ. ദൈവം മനസ്സിലാക്കി തന്നതൊക്കെ പറയാൻ തന്നെയാ. കാരണം ഇത് പറഞ്ഞ് ജീവിക്കാൻ ഇറങ്ങിയവനല്ല പറഞ്ഞും എൻ്റെ സഹപ്രവർത്തകരും ഇത് പറയാൻ വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരാ. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇത് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി, സ്തോത്രം, ജീവിക്കാൻ വേണ്ടി ഇത് പറയുന്നവർക്ക് പലതും മറച്ചു വെക്കേണ്ടി വരും. എന്നാൽ ഇത് പറയാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ഒന്നും മറക്കേണ്ടി വരികയില്ല. ഇത് സ്തോത്രം, വിവിധ രാജ്യങ്ങളിലിരുന്ന്, വിവിധ സംസ്ഥാനങ്ങളിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്, നമ്മൾ ജീവിക്കുന്നത് ഇത് പറയാൻ വേണ്ടിയാണ്, നമ്മൾ അധ്വാനിക്കുന്നത് ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലാതെ ജീവിക്കാൻ വേണ്ടി ഇത് പറയുമല്ല. അതിനോട് യോജിപ്പുള്ള ആൾക്കാരൊന്ന് കൈവൊക്കി സ്തോത്രം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താവോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഓക്കെ, കുഴപ്പമില്ല. പലർക്കും യോജിപ്പില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. സ്തോത്രം. കാരണം ചിലവലത് ശരിയാവും, ചിലവലത് ശരിയാവില്ല എന്നാണല്ലോ. അപ്പം നിങ്ങളായി നിങ്ങളുടെ പാടായി. സ്തോത്രം. ഏതായാലും നിങ്ങൾ കൈ പൊക്കാത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ചുമ്മാ എല്ലാത്തിനും കൈവെക്കുന്ന സ്വഭാവമില്ലല്ലോ. എനിക്ക് മനസ്സില്ലെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തെങ്കിലും ആവട്ടെ, ഈ കൈയൊക്കെ കാണുന്നവനാ ദൈവം. അത് കണ്ട ആ വ്യക്തികളെ അവൻ കണക്കിലെടുക്കുന്നത്. അപ്പം ഈ 4-ാം മണ്ഡലത്തിൽ 2 കാര്യം കാണാം. അശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പം അശുദ്ധാത്മ ലോകങ്ങളെ കണ്ട് അവരുമായി ബന്ധമുണ്ടാക്കാം. അതുകൊണ്ടാണ് മംഗോളിയൻ മാർഷ്യൽ ആർട്ടിസ്റ്റുകൾ മാർഷ്യൽ ആർട്ട് പഠിച്ച് അവർ അത്തരം ചിത്രങ്ങളൊക്കെ ഉണ്ട്, അത്തരം വീഡിയോസൊക്കെ ഉണ്ട്. അവർ പലരും അവസരം കിട്ടിയാൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോയി മൈത്രേയ ബുദ്ധനിൽ നിന്ന് അനുഗ്രഹം നേരിട്ട് വാങ്ങുന്നതിൻ്റെ പ്രതീകാത്മക ആവിഷ്കാരങ്ങളുള്ള ഫിലിം ക്ലിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ചുമ്മാതെ ഒന്നും അല്ലത് പറയുന്നേ. അത് പെട്ടെന്ന് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവൂല. സ്തോത്രം. അതൊന്ന്. 2, ഭൗതികമായ സകല നന്മകൾക്കും വേണ്ടി ആ നന്മകളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് 4-ാം മണ്ഡലത്തിൽ അത് കണ്ടാൽ അതവർക്ക് നടത്തിയെടുക്കാൻ കഴിയും. ലോകത്തിലെ വൻകിട ബിസിനസ്സുകാർ പലരും ആ മതത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ മതത്തിൽ ഉള്ള ധ്യാനാനുഭവങ്ങളെ ഫോളോ ചെയ്യുന്നവരാണ് വൻകിട പണക്കാർ, വൻകിട ബിസിനസ്സുകാർ. അവർ പ്ലാൻ ചെയ്ത് മനസ്സിൽ കാണുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ നടത്തിയെടുക്കുന്നു. അതവർക്ക് നടന്നു വരുന്നു. സ്തോത്രം. അവർ വിജയിക്കുന്നു. അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പെന്തക്കോസുകാരനൊന്നും അല്ലല്ലോ. ആണോ? ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന വ്യക്തി, ഇങ്ങനെ ലോകത്തിൽ ഏറ്റവും മികച്ചതാകുന്നവരാരും പെന്തക്കോസ്തുകാരല്ല. അത്തരം പാഠങ്ങൾ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് മുൻപിൽ ഇരുന്ന് അത് പ്രാപിച്ച് 4-ാം മണ്ഡലത്തെ അങ്ങനെ ഉപയോഗിച്ച് ഒടുവിൽ സാത്താന്റെ ഓഹരിയായി നിത്യനരകത്തിന്റെ അവകാശത്തിലേക്ക് പോകാനിരിക്കുന്നവർ. എന്നാൽ ദൈവത്തിന്റെ പൈതലിനും ഈ 4-ാം മണ്ഡലമുണ്ട്. അത് ബുദ്ധി കൊണ്ട് ഒരിക്കലും പ്രവർത്തനക്ഷമമാക്കാൻ സാധ്യമല്ല. അത് പ്രവർത്തനക്ഷമമാക്കുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ കർത്താവ് ഇരുന്ന് ആത്മശക്തിയായി വർദ്ധിച്ച് ആത്മശക്തിയിലേക്ക് വളർന്ന് ആ വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ഭൗതിക മണ്ഡലങ്ങളുമായിട്ടുള്ള ആശയുടെ വേരുകൾ അറുത്തറുത്ത് മാറ്റുന്നതനുസരിച്ച് വളർന്ന് വരുന്നൊരു കാര്യമാണ് എന്ത്? വിശ്വാസിയുടെ 4-ാം മണ്ഡലത്തിന്റെ കാഴ്ച. അത് കണ്ടവരുണ്ട്. ഇന്നത്തെ പാട്ടുകൾ നല്ല മനോഹരമായ പാട്ടുകളാണ് നമ്മുടെ സ്തോത്രം മ്യൂസിക് ടീം പാടിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിക്ക് പ്രോഗ്രാം അതിൻ്റെ തുടക്കം മുതൽ പാട്ടുകളൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടോണ്ടാണ് വരുന്നത് യൂട്യൂബിൽ. സ്തോത്രം. ഇപ്രാവശ്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു നല്ല ടീമിനെയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരുപാട് മീറ്റിങ്ങുകൾ പലയിടത്തും നടത്തി, പലരും വന്നു, നന്നായിട്ടൊക്കെ പലതും ചെയ്തു. ഇപ്രാവശ്യം എനിക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാക്കാറ്. നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് പഴയ പാട്ടുകളൊക്കെ അവർ പാടുന്നുണ്ട്. എനിക്ക് ഈ പഴയ പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. പണ്ടത്തെ പാട്ടുകാർ എഴുതി വെച്ച വരികളിൽ ചില വാചകങ്ങളുണ്ട്.
തമ്മിൽ തമ്മിൽ കാണും. ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനെ കാണാം അതിൻ മധ്യേ ഏഴയും. അതാണ് ആ 4-ാം മണ്ഡലത്തിന്റെ കാഴ്ച. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വിശുദ്ധീകരിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്തോത്രം വിശുദ്ധീകരിച്ചു, കർത്താവായി വിശുദ്ധീകരിച്ചിരിക്കുന്നു എങ്കിൽ ആ കർത്തൃത്വത്തെ തുച്ഛീകരിക്കാതെ, ഇതൊന്നും ഓരോന്നും ഓരോ സബ്ജക്റ്റ്, അതിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പം പ്രൈസ് ദി ലോർഡ്. കർത്താവായി വിശുദ്ധീകരിച്ച് ആ കർത്തൃത്വത്തെ ശുദ്ധീകരിക്കാതെ ആ കർത്തൃത്വത്തിന് സർവാത്മന കീഴടങ്ങി ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുത്ത് ശരീരത്തെ ആരാധനയുടെ യാഗാനുഭവത്തിൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മനോമുകുരത്തിൽ 4-ാം മണ്ഡലത്തിൽ തെളിഞ്ഞു വരുന്ന കാഴ്ചകൾ മേശയുടെ കാഴ്ചയല്ല, കസേരയുടെ കാഴ്ചയല്ല. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുക. പ്രൈസ് ദി ലോർഡ്. ബിൽഡിങ്ങിന്റെ കാഴ്ചയല്ല, ബംഗ്ലാവിന്റെ കാഴ്ചയല്ല, സ്വത്രം നല്ല സൗന്ദര്യമുള്ള വരന്റെയോ വധുവിന്റെയോ കാഴ്ചയല്ല, നല്ല യോഗ്യതകളുള്ള മക്കളുടെ കാഴ്ചയല്ല. ഇതൊക്കെ 4-ാം മണ്ഡലത്തിലെ സാത്താന്യ ഇടപെടലുകളാണ്. പ്രവാചകൻ അങ്ങോട്ട് നിന്ന്, പ്രവാചകര് 2 ഉണ്ട്. ഒന്ന്, ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ ആത്മാവിൽ ഒരുക്കിയെടുക്കാൻ, സ്വർഗീയ പ്രത്യാശകളിലേക്ക് ആത്മാവിൽ ഒരുക്കിയെടുക്കാൻ, കറയും ചുളുക്കവും വട്ടവും മാലിന്യവും ഇല്ലാത്ത മണവാട്ടിയായി ഒരുക്കിയെടുക്കുവാൻ ദൈവാലോചനയെ വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരുണ്ട്. ലോകത്തിന്റെ സങ്കല്പങ്ങളിലേക്ക് നിങ്ങളെ പറ്റിച്ച് പറ്റിച്ച് പിന്നെയും പിന്നെയും ചേർക്കാൻ, ഭൗതിക മോഹങ്ങളിലേക്ക് പറ്റിച്ച് പറ്റിച്ച് പിന്നെയും ചേർക്കാൻ, ഭൗതിക സങ്കല്പങ്ങൾ കൊണ്ട് ഹൃദയം നിറയ്ക്കാൻ. നല്ല മനസ്സിൽ സ്നാനപ്പെട്ട് കയറി വരുന്ന പലർക്കും, മാനസാന്തരപ്പെട്ട് കയറി വരുന്ന പലർക്കും ആദ്യ സ്നേഹത്തിന്റെ ദിവസങ്ങളിൽ മനസ്സിൽ കർത്താവിന്റെ വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും രക്ഷിക്കപ്പെട്ടവർക്ക് അത് മനസ്സിലാവും. ശരിക്കും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ അപ്പച്ചനും അമ്മച്ചിയും പെന്തക്കോസില. അതുകൊണ്ട് ഞാൻ അമ്മച്ചി ചോദിച്ചു, കൊച്ചേ നീ സ്നാനപ്പെടുന്നില്ലോടി, 17 വയസ്സായല്ലോടി, ഈ 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ആലോചന തുടങ്ങിയാലേ ഒരു 5 കൊല്ലം കഴിയുമ്പോഴെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. അപ്പോൾ കൊച്ച് സ്നാനപ്പെടാൻ തയ്യാറായി. അതുപോലെ തന്നെ സ്തോത്രം പയ്യന്മാരും പിരിച്ചലാണോ? അതെ, പിരിച്ചലാ. എന്താ അതിൻ്റെ അടയാളം? ഞായറാഴ്ച എഴുന്നേറ്റ് എന്ന് സാക്ഷ്യം. ദാസന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ട് ഞാൻ ചിലരുടെ അത്രയെങ്കിലും കേൾക്കാം. ഒരു ദിവസം ഞാൻ ഒരു ചർച്ചിലിരിക്കുമ്പം ശുശ്രൂഷയ്ക്ക് വന്ന സാക്ഷ്യം പറയും ആൾക്കാർ. ഒരുത്തൻ എഴുന്നേറ്റ് അവന് ഈ സ്തോത്രം ഈ എന്താ പറയുക, ഈ സ്റ്റേഷനറി കട നടത്തുന്നവൻ, ഒരു കോളേജിനടുത്ത് മാല, വള മുതലായവയൊക്കെ വിൽപ്പന ചെയ്യുന്ന വ്യക്തി. കോളേജ് കുട്ടികൾ വരും, അവർക്ക് വള ഇട്ട് കൊടുക്കണം. അതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, നിന്റെ പണി അതാണ്, ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ എന്നാ പറയാൻ. ഓരോരുത്തരും കണ്ടുപിടിക്കുന്ന തൊഴിൽ വൃത്തിയായിട്ട് ചെയ്തേ. ഞായറാഴ്ച അദ്ദേഹം വന്ന് സാക്ഷ്യം പറയാൻ എഴുന്നേറ്റു. നിങ്ങൾ വല്ലതും കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. എൻ്റെ ചെവിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഞാനൊന്നും കേട്ടില്ല. അപ്പോൾ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ദൈവദാസൻ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്നൊന്ന് പറയും. ഓരോരുത്തരുടെ സാക്ഷ്യം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം ഈ ചുണ്ടനക്കൽ കഴിഞ്ഞപ്പം ദൈവദാസൻ കരമുയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ വല്ലതും കേട്ടായിരുന്നോ? കാരണം നമ്മളൊരു ഹല്ലേലൂയ പറയുമ്പോൾ ഇവൻ നമ്മളെ ചീത്ത വിളിച്ചതാണോ അതോ വേറെ വല്ലതും പറഞ്ഞതാണോ എന്ന് കേട്ടിട്ട് വേണമല്ലോ പറയാൻ. അങ്ങനെ പൗലോസ് പറയുന്നത്, നീ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് തിരിയാതിരുന്നാൽ എങ്ങനെ ആമേൻ പറയും? ഇത് തിരിയണം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇവൻ എന്നാ ഈ പറയുന്നതെന്ന് ഇത്രയും കാലമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്തോത്രം. പക്ഷെ അവൻ എഴുന്നേറ്റ് നിന്ന് ചുണ്ടനക്കി ഇരിക്കുമ്പം ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ അമ്മ പിണങ്ങും.
അവൻ്റെ അമ്മ പിണങ്ങിയാൽ അവൻ്റെ അപ്പം പിണങ്ങും. അവൻ്റെ അപ്പം പിണങ്ങിയാൽ അവൻ്റെ ബന്ധുമിത്രാദികളൊക്കെ പിണങ്ങും. അവരെല്ലാം കൂടെ പിണങ്ങിയാൽ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഞാൻ ഈ ഓരോ ജീവിതത്തിൻ്റെ ഗതികേടായി ആലോചിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്കിവിടെ ഇരിക്കാൻ പിന്നെ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി വന്നിരിക്കുമ്പം തുടക്കം മുതലേ കർത്താവിൽ സന്തോഷിച്ചോണ്ടായിരിക്കുന്നത്. എന്നാൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വിളിച്ചു കൂട്ടി, പ്രവാചകൻ വന്നു, ഇവന്റെ തലയിലോട്ട് കൈവച്ചു. എന്നോട് വിഷമം തോന്നരുത് മകനെ, നീ ഇപ്രകാരം ഇരിക്കേണ്ടവനല്ല. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ, മണ്ഡലങ്ങളെ മാറ്റി ഒരു പുത്തൻ മണ്ഡലത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവന്ന് അതിൻ്റെ ധരിക്കുന്ന നിലകളിൽ നിന്നെ ഉന്നതമായ നിലയിലേക്ക് വളർത്തി. അതേ സ്തോത്രം. നീ അമേരിക്കയുടെ പ്രദേശങ്ങളിലേക്ക് പോകുവാൻ്റെ ഗുണമായിട്ട് ഇടയായിരുത്തതിന് ശേഷം പിന്നെ ലണ്ടന്റെ പ്രദേശങ്ങളിലേക്ക് അതേ ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന നാളുകളെ ഞാൻ കാണുന്നു. എടാ, വല്ലച്ചാതെയും കർത്താവിൻ്റെ അടുക്കൽ പോകാൻ കർത്താവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ഇവന്റെ മനസ്സിനെ ഇയാൾ എങ്ങോട്ട് തിരിച്ചു? എന്നോട് വിഷമമുള്ളവരെന്ന് കൈപോക്കിക്ക്. ഇവൻ എങ്ങോട്ട് തിരിച്ചു? ദേശത്ത് നീ പാർക്കുന്ന ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് ഞാൻ വ്യത്യാസം തരും. നീ ഇന്ന് പാർക്കുന്ന ഒറ്റ നില വീട് അല്ല മകനെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടിരിക്കുന്നത്. 3 നിലകളുള്ളതായിരിക്കുന്നതായ 500 അടി ഗ്രൗണ്ടുള്ള ഒരു ഭവനം ഞാൻ നിനക്ക് വേണ്ടി തരാൻ വേണ്ടി, മുറ്റത്തിന് 500 സ്ക്വയർ ഫീറ്റ് ഞാൻ തരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ കർത്താവിൽ നിന്ന് ഇവന്റെ മനസ്സ് എങ്ങോട്ട് മാറി? ആണോ? പറഞ്ഞോളൂ, വാവ് പ്രതികരിക്കൂ പ്ലീസ്. അപ്പൊ ഇവനെ എന്നാ ചെയ്തു നിങ്ങൾ പറ. അല്ല, പാഷ് പറയുന്ന പോലെ അതൊന്നും ശരിയാവൂല. അങ്ങനെ പറ, എന്തെങ്കിലും പ്രതികരിക്കൂ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആത്മീക സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ അനീതിയ, യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള മുഖത്തേക്ക് നോക്കി ഇറങ്ങിയവനെ ലോകത്തിന്റെ പളവിളപ്പിലേക്കും മഹത്വത്തിലേക്കും മാന്യതയിലേക്കും നൈമിഷിക ഭോഗങ്ങളിലേക്കും ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്ന ഐശ്വര്യങ്ങളിലേക്കും അവന്റെ മനസ്സിനെ തിരിച്ചുവിടുന്ന ഒരു പൈശാചിക വ്യാപാരം. അതിനെ ഞാൻ അങ്ങനെ വിളിക്കുന്നേ. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് പ്രാർത്ഥന, അതാണ്. അതുകൊണ്ട് ഉപവാസം തുടങ്ങുമ്പം വിഷയം വെച്ചോണ്ടാ ഉപവാസം തുടങ്ങുന്നേ. ഉപവാസം തുടങ്ങുമ്പോൾ എന്ത് വെച്ചോണ്ടാ ഉപവാസം തുടങ്ങുന്നേ? ഏതെങ്കിലും ആള് കർത്താവേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒരുക്കണമെന്ന് പറഞ്ഞ് ഉപവസിക്കുന്ന ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. 100 കണക്കിന് ഉപവാസ പ്രാർത്ഥനകളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഒരാൾ പോലും കർത്താവെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. സ്വർഗം ആരുടെയും മനസ്സിലില്ല. ഭൗതിക വിഷയങ്ങൾ, കർത്താവേ ഞങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കണമേ. സ്തോത്രം. മൂത്തമകൻ ഒരു ജോലിയുടെ നടുവിൽ പ്രയാസത്തിൽ ഭാരത്തിലായിരിക്കുന്നുവല്ലോ. ഇളയവതിന്റെ വിദ്യാഭ്യാസത്തിന്റെ മുൻപിൽ ചില വഴികളെ വാതിലുകളെ തുറക്കുവാൻ്റെ ഗുണമായിട്ടിടയായി തീരണമേ. ഇങ്ങനെ ചിലർ വിനീതമായി പ്രാർത്ഥിക്കും. നല്ല ഭക്തിയുള്ള ചിലർ, ദൈവത്തിൽ നല്ല ഉറപ്പുള്ള ചിലരുണ്ട്. അവർ പ്രാർത്ഥിക്കും, കർത്താവേ നീ മറുപടി തന്നേ പറ്റൂ കർത്താവേ, എന്റെ വീടിന്റെ കാര്യത്തിൽ നീ ഒരു ഉത്തരം പറഞ്ഞേ പറ്റൂ കർത്താവേ. സ്തോത്രം. അതല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ല. അപ്പൊ പ്രവാചകൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. യാബോത്ത് കടവിന്റെ നടുവിൽ മല്ല് പിടിച്ച, ദൈവത്തോട് മല്ല് പിടിച്ച് ജയിപ്പാന്റെ ഗുണമായിട്ട് തീർന്നൊരു യാക്കോബിനെ നാം കാണുവാന്റെ ഗുണമായിട്ട് സാധിക്കുന്നു. എടാ, യാക്കോബ് മല്ല് പിടിച്ചത് ഈ ഭൗതിക ലോകത്തിന് വേണ്ടിയല്ല. അവൻ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ തൻ്റെ ഭൗതിക ഐശ്വര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാ. ആണോ? എബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്ന്
ജ്യേഷ്ഠാവകാശം, ഇസാക്കിന്റെ കുടുംബത്തിൽ നിന്ന് ജ്യേഷ്ഠാവകാശം വാങ്ങിയതിന്റെ പേരിൽ അവനവന്റെ വീട് നഷ്ടപ്പെട്ടു, അവനവന്റെ കുടുംബം നഷ്ടപ്പെട്ടു, രാജതുല്യമായ മാന്യതയുള്ള നാട്ടിലെ ജീവിതം നഷ്ടപ്പെട്ടു. അനവധി വർഷങ്ങൾ അടിമയെ പോലെ അവൻ പണിയെടുത്തത് ഒരു സ്വർഗീയ ഓഹരിയെ കണ്ടുകൊണ്ടാ. അപ്പൊ യാക്കോബിന്റെ മല്ലുപിടുത്തം അങ്ങോട്ട് കയറ്റി കുറിക്കണ്ട, നമ്മള് ആ പേജിൽ എഴുതണ്ട. പക്ഷെ സാധാരണ വിശ്വാസിക്ക് ഇത് മനസ്സിലാവുമോ? പ്രവാചകൻ എന്നാ പറയുന്നു അതാണ് വചനം. അല്ല കൂട്ട, വചനം വേറെയാ. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പം പ്രവാചകൻ പറഞ്ഞ 3 നില വീട് കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ അത് അന്യാരാധനയാ. അവിടെ ഭൂമിയുടെ ആത്മാവാ പ്രവർത്തിക്കുന്നേ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ആരാധിക്കുമ്പോൾ നല്ല കല്യാണം കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ, അതാണ് 4-ാം മണ്ഡലത്തിൽ കാണുന്നതെങ്കിൽ, അത് ഭൂമിയുടെയും സാത്താന്റെയും വകയായ ഒരു ആരാധനയായി മാറുകയാ. ആരാധിക്കുമ്പം ഹൃദയശുദ്ധിയോടെ ആത്മാവിൽ ബലപ്പെട്ട് ആരാധിക്കുമ്പം സ്വർഗീയമായിരിക്കണം കാഴ്ചകൾ. അതിമഹത്തേറിയ വാഗ്ദത്തങ്ങൾ നമുക്കവൻ തന്നിട്ടുണ്ട്. സ്വർഗീയതയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾക്കപ്പുറത്ത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ആരാധിക്കുമ്പോൾ മനസ്സിൽ വരണം. അതാണ് പാട്ടുകാരൻ പാടിയത് പണ്ട്. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനെ കാണും അതിൻ മധ്യേ ഏഴയൻ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ. കണ്ണടച്ച് ആ കാഴ്ച ഒന്ന് കണ്ടോണ്ട് അങ്ങ് ചെന്ന് പ്രൈസ് ദി ലോർഡ് മധ്യാകാശത്തിൽ കോടാനുകോടികളായി കൂടിച്ചേരുന്ന ദൈവജനത്തിന്റെ നടുവിൽ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ തേജസ്സുള്ള കാഴ്ച കണ്ടുകൊണ്ട് ആയിരിക്കുന്നതെന്ന് മനസ്സിൽ കണ്ടേ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ, കാണുമാതിൻ മധ്യേടയും, കാണുമാതിൻ മധ്യേടയും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകയിൽ നിത്യ തുറമുഖത്തെത്തും ഞാൻ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകയിൽ നിത്യ തുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ. നിസ്തുലമായ പ്രതാപത്തിൽ, നിസ്തുലമായ പ്രതാപത്തിൽ. കാന്തനെ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. സുന്ദരരൂപനെ കണ്ടാൽ മതിവരാ, സുന്ദരരൂപനെ കൂടിക്കാൺമാൻ വാഞ്ചേരുന്നേ, കൂടിക്കാൺമാൻ വാഞ്ചേരുന്നേ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. പ്രൈസ് ദി ലോർഡ്.
കാഴ്ചകൾ ഒത്തിരിയുണ്ട്. ആ കാഴ്ചകൾ കാണാതെ ഭൂമിയിലെ കാഴ്ചകൾ കണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ അത് അന്യാജ്ഞയ. അത് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. അതൊരു സാത്താന്യ ഒഴുക്ക. നമുക്കത് നമ്മളിൽ അവസാനിപ്പിക്കാൻ പറ്റും. നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ആരാധന എന്ന് പറയുന്നത് ആത്മമണവാളനോട് നമ്മൾ യോജിച്ച് ലയിച്ച് നിൽക്കുന്ന അനർഘമായ നിമിഷങ്ങളുടെ ആസ്വാദനമാണ്. ആ ആസ്വാദനത്തിൽ ലോകത്തിൻ്റെ ഒരു വിഷയവും കയറി വരരുത്. നശിച്ചു പോകുന്ന ഭൂമിയുടെ യാതൊരു അടയാളവും അവിടെ കയറി വരരുത്. എല്ലാം നിത്യതയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പണ്ടുള്ളവർ പാട്ട് എഴുതിയത് അത്തരം കാഴ്ചകൾ പ്രാപിച്ചിട്ടാണ്. അപ്പോൾ അവൻ ശരീരത്തിൽ വന്നത് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മെ പാപരോഗത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ പിന്നെയും ആത്മാവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ഉണ്ട്. അവൻ ആത്മാവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശരീരത്തിൽ അവതരിക്കപ്പെടുന്നതിന് മുൻപ് ആത്മാവിൽ അവൻ ചെന്ന ചില ഇടങ്ങൾ, സംസാരിച്ച ചില കാര്യങ്ങൾ, സംസാരിപ്പിച്ച ചില കാര്യങ്ങൾ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. പിന്നെയും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം 1 മുതൽ വായിച്ചു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ന്റെ 1-ാം വാക്യം മുതൽ വായിച്ചു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. താഴ്വരയുടെ നടുവിൽ നിർത്തി. എത്രയോ വട്ടം കേട്ടതാണ് എന്നോർത്ത് മനസ്സ് മാറ്റി വെക്കരുത്. കേൾക്കാൻ പലതുമുണ്ട് ഇതിൽ. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. 6 സ്തോത്രം. ഏതാണ്ട് 2600 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രവാചകനിലൂടെ ആത്മാവിൽ കർത്താവ് ചെന്ന് ഇടപെട്ട ഒരു സീനാണ് അവിടെ നമ്മൾ കാണുന്നത്. താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വായിക്കാം. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി 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 നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ. കാരണം എങ്ങനെ നടക്കുന്നത്? ആത്മാവിലാ നടക്കുന്നത്. മനുഷ്യന്റെ നടപ്പല്ല, ആത്മാവകത്ത് കയറിയാ നടക്കുന്നത്. ഇവനെ നടത്തുന്നത് ആത്മാവാ. പണ്ട് എബ്രഹാമിനെ അങ്ങനെ നടത്തിയതാ. നീ ദേശത്തിന് നെടുകയും കുറുകയും നടക്ക. ആത്മാവിലാ നടക്കുന്നത്, ജഡത്തിലാ നടക്കുന്നത്, ജഡപ്രവർത്തികളിലല്ല നടക്കുന്നത്, ജഡലക്ഷ്യങ്ങളിലല്ല നടക്കുന്നത്. ഇപ്പോഴും പലരും പ്രയർ വാക്ക് എന്ന് പറയുന്നൊരു പരിപാടി നടത്താറുണ്ട്. പലരുടെയും മാനസികാവസ്ഥ എനിക്കറിയാവുന്ന പല പ്രയർ വാക്കുകാരും കർത്താവിൻ്റെ വേല വിട്ടേച്ച് ഇപ്പം വേറെ പല പണികളുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രയർ വാക്കെന്നൊക്കെ പറഞ്ഞാൽ നിസാര കാര്യമല്ല. അത് ആത്മാവിൽ ഉദ്വമിപ്പിക്കപ്പെട്ടിട്ട് നടത്തേണ്ട കാര്യമാ. അത് ആത്മാവ് ഒരു വ്യക്തിയിൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇരുന്നു കൊണ്ട് അയാളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമാ. അയാളത് ചെയ്യുമ്പോൾ ആ സ്ഥലത്തുകൂടെ നടക്കുന്നത് അയാളല്ല, ദൈവമാണ് നടക്കുന്നത്. ആ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുന്നത് ആ വ്യക്തിയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നടക്കേണ്ട കാര്യമാ പ്രയർ വാക്ക്. അപ്പൊ അസ്ഥികൾക്കിടയിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമാ. അസ്ഥി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അസ്ഥികൂടം ചെതറിക്കിടക്കുക നിരവധി. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മതി. ആ ഭാഗം വിട്ടുകളയരുത്. അത് തുടർന്ന് നമുക്ക് വായിക്കണം. സ്തോത്രം. അതിനു മുമ്പ് ആ 11-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ആരാകുന്നു? ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു.
ഒരു കാലത്ത് ലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രതാപ ഐശ്വര്യങ്ങളിൽ നിന്ന് ശലോമോനെ പോലെയുള്ള ചക്രവർത്തിമാർ വാണരുളിയിരുന്ന, സ്തോത്രം, ലോകം അമ്പരന്ന് പോകും വിധമുള്ള പദവികൾ ഉണ്ടായിരുന്ന, സ്തോത്രം, യഹൂദന്മാർ വാണരുളിയിരുന്ന ഇസ്രായേൽ വംശം ഇതാ ഇപ്പോൾ എങ്ങനെയാ കിടക്കുന്നേ? അസ്ഥികളായി കിടക്കുകയാണ്. ആ അസ്ഥികളുടെ പ്രത്യേകത, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഏറ്റവും ഉണങ്ങിയ പിന്നെ അതിന്ന് ജീവിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല. സ്തോത്രം, അതിനെ കൊണ്ടൊരു പ്രതീക്ഷയ്ക്ക് പിന്നെ വകയില്ല. അത് ആരുടെയെങ്കിലും ശരീരത്തിലോട്ടൊന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല. അതിലെ ജൈവാംശമാകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ജൈവാംശം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ജീവിതങ്ങൾക്കിടയിൽ അവരെ, സ്തോത്രം, വലിച്ചുയർത്തിയെടുക്കുവാൻ, അവരെ പണ്ടത്തേതുപോലെ സൈന്യമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദേശത്ത് ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ജനം തങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി സമർപ്പിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. ആദ്യം നമ്മിലാണ് അവന്റെ സ്വാതന്ത്ര്യം വെളിപ്പെടേണ്ടത്. ആദ്യം നമ്മുടെ ശരീരങ്ങളും ഹൃദയങ്ങളും അവന്റെ വകയായി മാറണം. അവന് നമ്മെ കത്തിക്കാൻ കഴിയണം. നമ്മൾ അവന് പ്രസാദമുള്ള യാഗമാകാൻ കഴിയണം. ദേശത്തെ ദൈവജനം ഒരു യാഗപീഠമാകണം. ദൈവഭവനങ്ങൾ യാഗപീഠങ്ങളാകണം. ദൈവസഭ യാഗപീഠമാകണം. മനസ്സിലെ വേറെ പണിയുണ്ട് ദൈവത്തിന്. നമുക്ക് വേണ്ടതിലും ദൈവം ചെയ്യും. ദൈവം ചിലത് ചെയ്യാൻ ഇറങ്ങാൻ പോവുക. അതുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇങ്ങോട്ട് പോയാൽ ആ വഴി പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ, ഇപ്പൊ കർത്താവ് മാന്യമായിട്ട് കാര്യം പറയുക, ഡീസന്റ് ആയിട്ട് കാര്യം പറയുക, നന്നായിട്ട് ആത്മാവിൽ ഒരുക്കപ്പെട്ട് നല്ല ശുദ്ധീകരണം പ്രാപിച്ച് പ്രവാചകന്മാരുടെ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മനസ്സിൽ നിന്ന്, അവർ ലോകത്തെക്കുറിച്ച് ഉണ്ടാക്കി തന്നിരിക്കുന്ന മോഹസങ്കല്പങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞ് യേശു ക്രിസ്തുവിനെ, വീണ്ടും വരുന്നവനായ കർത്താവിനെ ധ്യാനിക്കാനുള്ള മാനസികാവസ്ഥ ഒരുക്കപ്പെട്ട് ദൈവജനം എന്ത് ചെയ്യണം? ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പഴയ കാല ആരാധന മടങ്ങി വരണം. ആ ആരാധന മടങ്ങി വരുമ്പോൾ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ടാകും. അത് മടങ്ങി വരാൻ തടസ്സമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ പേടിച്ചിട്ട് ദൈവം മാറി നിൽക്കത്തില്ല. ആരെങ്കിലും അതിനെതിരെ നിന്നാൽ നിന്നെ പേടിച്ചിട്ട് ദൈവം അത് ചെയ്യാതിരിക്കില്ല. നിന്നെ ഭൂമിയിൽ നിന്ന് നീക്കി കളഞ്ഞിട്ടാണെങ്കിലും എന്റെ ദൈവം തന്റെ ജനത്തെ ഉണർത്തി ശക്തിപ്പെടുത്തി അഗ്നി ജ്വലിപ്പിച്ചെടുക്കും. അത് വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം. നമ്മളാരും തടസ്സം നിൽക്കരുത്. നമ്മൾ പലരും ആയിരിക്കും, ചിലപ്പോൾ പലരും പലതും ആയിരിക്കും. സ്തോത്രം. പക്ഷേ എൻ്റെ അപ്പനല്ല കാൽവരി കുരിശിൽ മരിച്ചത്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആരുടെയും പിതാവല്ല കാൽവരി കുരിശിൽ മരിച്ച് പ്രാണനെ കൊടുത്ത് സഭയ്ക്ക് അടിത്തറയിട്ടത്. സ്തോത്രം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരകനായ ഏക സത്യ ദൈവമായവന്റെ മടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന യേശു കർത്താവാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് സഭയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് താൻ നിത്യതയിൽ മുൻനിയമിച്ചിട്ടുള്ള ഒരു ഓഹരിയെ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരിയുടെ ഗിരിതടങ്ങളിൽ അവസാനത്തുള്ള ചോര വരെ ഒഴുക്കിക്കളഞ്ഞ് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടത്. അതിന് തടസ്സം നിൽക്കാൻ നമുക്കാർക്കും പറ്റുകയില്ല. ആ കൂടെ നിൽക്കാനും നമുക്ക് പറ്റും. ഈ ജനം ഇസ്രായേൽ ഗൃഹമാകുന്നു. ഇവരെങ്ങനെ ഇങ്ങനായ? ചരിത്രം അറിയാവുന്നവർക്കറിയാം. AD 70 റോമ സൈന്യം ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ഇവരെ ആക്രമിച്ചു, കൊന്നു. 13,85,000 യഹൂദന്മാരെ, സ്തോത്രം, യെരുശലേം നഗരത്തിനകത്ത് ക്രൂശിച്ചു കൊന്നു. അത്രയും കൊണ്ട് നിർത്തിയത് എന്താണെന്നറിയാമോ? ആ നഗരത്തിനകത്ത് വേറെ മരങ്ങളില്ലായിരുന്നു. കിട്ടാവുന്ന മരക്കമ്പുകൾ, ഒരു മനുഷ്യന് തൂങ്ങാൻ വെയിറ്റുള്ള സകല മരക്കമ്പുകളും കുത്തി നാട്ടി നിർത്തി അവരെ അതിന്മേൽ തൂക്കിക്കളഞ്ഞു. പിന്നെ മരങ്ങളില്ലാതിരുന്നത് കൊണ്ട്, മരങ്ങളില്ലാതിരുന്നത് കൊണ്ട് ബാക്കിയുള്ളവരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടി വീഴ്ത്തി.
ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് പെയ്ത മഴയും 13 ലക്ഷത്തിലധികം സ്തോത്രം വരുന്ന യഹൂദന്മാരുടെ രക്തവും കൂടെ കൂടിക്കലർന്നൊരു ചുവപ്പ് തടാകമായി മാറിയിട്ട് അന്നത്തെ വീടുകളുടെ അടുപ്പുകളിൽ അത് കയറി അടുപ്പുകൾ കെട്ടുപോയി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ കാര്യം? നസറായനായ യേശു ക്രിസ്തുവിനോട് അവർ ചെയ്തതാ. 3 വാചകങ്ങൾ അവർ പറഞ്ഞു. അതിലൊന്ന്, അവനെ ക്രൂശിക്കാം. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാളായിട്ട് നിന്ന് പലതും വിളിച്ചു പറയാൻ വളരെ എളുപ്പ അല്ലേ? പാർട്ടി ജാഥയിലൊക്കെ അല്ലേ, ആരാടായി അവർ അച്ഛൻ, കൊഞ്ചിന്റെ വലുപ്പമില്ലാത്തവനാന്ന് പറഞ്ഞു ആരാടായി അവർ അച്ഛൻ എന്നൊക്കെ. ഒറ്റയ്ക്ക് നിന്നും പറയൂ? ഒറ്റയ്ക്ക് നവറാച്ചന്റെ ബൈക്ക് കാണുമ്പോൾ അവൻ ഓടി വീട് പറ്റും. പക്ഷെ ഈ സംഘബലത്തിനകത്ത് നിന്ന് പറയുന്നതിൻ്റെ ഒരു ഇന്തോന്നാലിറ്റി ഉണ്ട്. ജനക്കൂട്ടം, യഹൂദന്മാർ അവരെ, വിഡ്ഢികളായ അവരെ പുരോഹിതന്മാരും മൂപ്പന്മാരും ലേവ്യരും കൂടെ ഉത്സാഹിപ്പിച്ചു യേശു ക്രിസ്തുവിനെതിരെ തിരിയാൻ. യേശു ക്രിസ്തുവിനെതിരെ ഒരു മനസ്സുണ്ടാക്കി കൊടുത്തു. നമ്മൾ ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് വ്യക്തികളാണ്. നമ്മുടെ മനസ്സ് നമ്മുടേതായിരിക്കണം. നമ്മുടെ മനസ്സിനെ വേറൊരാൾക്ക് ദൈവത്തിങ്കലേക്കല്ലാതെ മറ്റൊന്നിലേക്കും തിരിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്. അങ്ങനെ അറിയാതെ ജനം വിളിച്ചു പറഞ്ഞതാ, ആൾക്കൂട്ടത്തിന്റെ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞതാ. അവരിൽ പലർക്കും യേശുവിനെ നന്നായിട്ട് അറിയത്ത് പോലുമില്ല. ചിലർക്ക് നന്നായിട്ടറിയാം. അവൻ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ച കൂട്ടത്തിൽ അവർ ഭക്ഷണം കഴിച്ചവരാണ്. അവരുടെ പലരുടെയും വീടുകളിൽ അവൻ രോഗസൗഖ്യം വരുത്തിയിട്ടുള്ളവനാണ്. പക്ഷെ ആൾക്കൂട്ടത്തിന്റെ പൈശാചിക ശക്തിക്കകത്ത് പെട്ടുപോയത് കൊണ്ട് ജനമെല്ലാം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്ക. 40 വർഷം കഴിഞ്ഞപ്പം ഈ വിളിച്ചു പറഞ്ഞവരുടെ മുഴുവൻ കുടുംബത്തിലെ മക്കളെയും കൊച്ചുമക്കളെയും ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം പിടിച്ചിറക്കി, ചങ്കിൽ വാൾ കുത്തിക്കടത്തി കോർത്തെടുത്ത് മരക്കൊമ്പുകളിൽ തൂക്കിയിട്ടു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നിന്റെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, സ്തോത്രം, ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ ആദരത്തെയും അടക്കിക്കൊള്ളട്ടെ. 2 വട്ടം ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ. അതുകൊണ്ടാ ദൈവമക്കള് കള്ളു കുടിക്കരുതെന്ന് പറയുന്നത്. യൂറോപ്പിലൊക്കെ, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അവർ വിക്കി കഴിക്കുന്നുണ്ടല്ലോ, വിസ്കി. അതൊരു 30 മില്ലി എടുത്ത് വായിലോട്ടൊഴിച്ച് വായിലിങ്ങനെ ചുറ്റിച്ച് വായുടെ രസമുകുളങ്ങൾ, നാവിന്റെ രസമുകുളങ്ങളൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇമുനീറിന്റെ കൂടെ ഈ 30 മില്ലി അവരങ്ങോട്ട് വിഴുങ്ങും. ചിലപ്പോൾ 10 മില്ലി ഉണ്ടാവും. ഇത്രേ. നമ്മുടെ വിചാരം ഈ 2 വിരലിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണല്ലോ എന്നാ. ആരും മിണ്ടുന്നില്ല. കാരണം മദ്യം എന്താന്ന് ആർക്കും അറിയത്തില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിന്റെ കൂടെയുള്ള അജീർണ നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക എന്ന് തിമോത്തിയോസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിലര് പാസ്റ്ററോട് പറയുമ്പം പാസ്റ്റർ പറയുന്നത് തിമോത്തിയോസിന് അതാകാം, നിനക്കത് പറ്റുകയില്ല. കാരണം നീ കുടിച്ചാൽ കുപ്പിക്കണക്കിന് കുടിക്കും. അതുകൊണ്ട് കേരളത്തിലെ ജനത്തിന് പണ്ടേ ദേവദാസന്മാര് വെച്ചതാ ഈ കടിഞ്ഞാണും മുഖപ്പൊട്ടയും. കാരണം നീ അത് കാണണ്ട, വാ തുറക്കണ്ട അതിന്. അതുകൊണ്ട് പണ്ടേ വെച്ചതാ. കാരണം ലിറ്റർ കണക്കിന് വാറ്റിയാരായം കുടിക്കുന്നവനൊക്കെ ആയിരുന്നു ആദ്യം രക്ഷിക്കപ്പെട്ടു വന്നത്.
അതുകൊണ്ട് ഇപ്പോഴും അവസരം കിട്ടിയാൽ, അല്ലെങ്കിലും ചിലർക്ക് വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പം ഈ കള്ള് ഷാപ്പിന്റെ ബോർഡ് കാണുമ്പം ആ കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരങ്ങൾ, അല്ലെങ്കിൽ വെളുത്ത ബോർഡിൽ കറുത്ത അക്ഷരങ്ങൾ കാണുമ്പം ഒരു 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 ഏനക്കേട്. സ്തോത്രം. അപ്പൊ എന്താ ഈ മദ്യത്തിന്റെ ശരിക്കുള്ള പ്രശ്നം? ഈ മദ്യം അകത്ത് കയറിയാൽ ഈ ഇസ്രായേൽ ജനത കരുതിയിരുന്നത് മദ്യത്തിനകത്തൊരു ദുരാത്മാവുണ്ടെന്നാ. ഒരു ദുരാത്മാവല്ല, പരദുരാത്മാവ്. ഒന്ന്, വഴക്കുണ്ടാക്കിക്കുന്ന ഒരു ദുരാത്മാവ്. രണ്ട്, വ്യഭിചാരം ചെയ്യിക്കുന്ന ദുരാത്മാവ്. മദ്യപിച്ച് മത്തനായാൽ അത് നിമിത്തം ദുർനടപ്പ് ഉണ്ടാകുമല്ലോ എന്ന് എല്ലാവരും വിഷമമായിട്ട് മുഖം തൂങ്ങിയിരിക്കുന്നു. ഇടയ്ക്കൊരു സ്വത്രം പറഞ്ഞോളൂ പ്ലീസ്, പ്രതികരിക്കൂ. ഞാൻ ആരും പേരൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ ആത്മാവ് കയറി വിശുദ്ധി ജീവിക്കുന്നവനാണെങ്കിൽ ഇവനെ എന്ത് ചെയ്യും? അടപടലെ വീഴ്ത്തും. പിന്നെ കള്ളിന്റെ പിച്ചൊക്കെ പോയി എഴുന്നേൽക്കുമ്പോഴാ പറ്റിപ്പോയ മഹാപാപം ഓർക്കുന്നത്. ചിലര് വഴക്കുണ്ടാക്കുക. വളരെ ശാന്തമായിട്ട് ജീവിക്കുന്നവർ രണ്ട് സ്മോളൊക്കെ അടിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ തിങ്കളാഴ്ച 7 മണിക്ക് ഞാൻ അവളോടൊരു കട്ടൻ കാപ്പി ഇട്ട് തരാൻ പറഞ്ഞു. അവള് തന്നില്ല. എപ്പോഴാ? കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ തിങ്കളാഴ്ച പോയിട്ട് 7 മണിക്ക് ഒരു കട്ടൻ കാപ്പി ഇട്ട് തരാൻ. എടി കുഞ്ഞമ്മേ, ഇങ്ങോട്ട് വന്നേ. നിന്നോട് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഒരു കട്ടൻ കാപ്പി ഇട്ട് തരാൻ പറഞ്ഞിട്ട് നീ ഇട്ട് തന്നോ? കുഞ്ഞുഞ്ഞമ്മ, ഏത് തിങ്കളാഴ്ച, ഏതാഴ്ച, ഏത് കട്ടൻ കാപ്പി? പിന്നെ ഇതേ പിടിച്ച് ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്ന മദ്യത്തിലൂടെയുള്ള ദുരാത്മാവ് ആ കുടുംബം തകർക്കാവുന്ന വിധത്തിലുള്ള എല്ലാ വാക്കും പറയും. വാക്കുകൾ കൊണ്ട് അവന്റെ കുടുംബത്തെ തകർക്കും. വാക്കുകൾ കൊണ്ട് അവന്റെ കുടുംബത്തിൽ ദൈവം പണിത് വച്ചിരിക്കുന്ന എല്ലാ നിർമ്മിതികളെയും തകർത്തു കളയും. വാക്കുകൊണ്ട് അവന്റെ തലമുറയുടെ ഭാവിയെ തകർക്കും. വാക്കുകൾ കൊണ്ട് അവന്റെ തലമുറയ്ക്ക് അവനോടുള്ള ഇഷ്ടം തകർക്കും. പിന്നെ പിള്ളേർക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് കള്ളുകൂടിയുണ്ട് നിർത്തുക. മറ്റേ മിണ്ടുന്നില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, പോട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് സംഭവിക്കുന്നതും ഇതുപോലൊരു ലഹരിയാ. ആൾക്കൂട്ടം ഒരു ലഹരിയാ. അതുകൊണ്ടാണ് ഫ്രീമേസണിസ്റ്റുകളും ഇല്ലൂമിനാറ്റികളും തിയോസഫിക്കൽ സൊസൈറ്റിക്കാരും ഒക്കെ ജനത്തെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലോ ആശയത്തിന്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ ഒരുമിപ്പിച്ച് കൂട്ടാൻ ശ്രമിക്കുന്നത്, സമൂഹമാക്കാൻ ശ്രമിക്കുന്നത്, വ്യക്തിപരമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഇല്ലാത്തവരാക്കി മാറ്റുന്നത്. അത് വെറുതെ ഉണ്ടായതല്ല, അതൊരു സാത്താന്യ അജണ്ടയാണ്. ശശി തരൂർ ശ്രീമാൻ നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ശശി തരൂർ പറയും അത് നല്ല കാര്യമാണ്. അങ്ങനല്ലേ? നിങ്ങൾ ഏത് പാർട്ടിയാന്ന് എനിക്കറിയില്ല. എനിക്ക് പണ്ട് പാർട്ടി ഉണ്ടായിരുന്നു, ഇപ്പൊ പാർട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. അത് നല്ല കാര്യമാണ്. അപ്പോഴേക്കും ഖർഗയ്ക്ക് വയറിളക്കം പിടിക്കും. അങ്ങനെ പറയാൻ പാടുണ്ടോ? ശശി തരൂർ ഇൻഡിപെൻഡന്റ് ആയ വ്യക്തിത്വമുള്ളവനായതുകൊണ്ട് തനിക്ക് ബോധിച്ച അഭിപ്രായം പറയുക. പക്ഷേ ആധുനിക കാലത്ത് പാർട്ടികളായി മനുഷ്യൻ മാറിയിരിക്കുന്നത് കൊണ്ട് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ടെങ്കിലും പറയാൻ പാടില്ല. പാർട്ടിയുടെ അഭിപ്രായമേ അതൊരു ബന്ധനമാണ്. അതുപോലെ തന്നെയാ മതങ്ങളും, അതുപോലെ തന്നെയാ എല്ലാ ആശയങ്ങളും. അതുപോലെയാ ആശയങ്ങളുടെ തടവറകളിലേക്ക് മനുഷ്യരെ കൂട്ടമായി കൂട്ടിയിട്ട് ആ സാമൂഹ്യവൽക്കരണം നടത്തി സ്വന്തമായ അഭിപ്രായമില്ലാത്ത നിലയിലേക്ക് മനുഷ്യരെ മാറ്റി ദൈവത്തിനെതിരാക്കി മാറ്റുക എന്ന ഇലൂമിനാറ്റിയുടെ അജണ്ടയുടെ നടപ്പിൽ വൽക്കരണമാണ്. ഇതൊക്കെ പറഞ്ഞൊന്ന് വിശദീകരിക്കാൻ മണിക്കൂറുകൾ ഒത്തിരി വേണം. അതൊക്കെ വിശദമായി പഠിച്ചിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. മോബ് സൈക്കോളജി അവര് വിളിച്ചു പറഞ്ഞത് അവനെ ക്രൂശിക്കുക.
ഒടുവിൽ ജനക്കൂട്ടത്തിന്റെ പിൻബലത്തിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അവരുടെ വീടുകളിലേക്ക് ശാപമായി കയറി വന്നു. അവരുടെ മക്കളെ, കൊച്ചുമക്കളെ റോമൻ പടയാളികൾ വലിച്ചിറക്കി കുത്തിക്കൊല്ലുന്നതും കഴുത്ത് വെട്ടിക്കളയുന്നതും അവരെ മരത്തിന്റെ മേൽ തൂങ്ങുന്നതും കാണേണ്ടി വന്നു. ആ ജനതയ്ക്ക് വാക്കുകൾ സൂക്ഷിക്കണം. അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു വാചകം, ഇവനെ നീക്കിക്കളക. ഇവനെ നീക്കിക്കളക. പക്ഷേ 40 വർഷം കഴിഞ്ഞപ്പോൾ റോമൻ ഗവൺമെന്റ് ഇസ്രയേൽ ജനത്തെ മുഴുവൻ അവർക്ക് അവിടുന്ന് നീക്കിക്കളഞ്ഞിട്ട് ആ രാജ്യത്തിന്റെ ഇസ്രയേൽ എന്നുള്ള പേർ ചരിത്ര രേഖകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ്, റോമൻ രേഖകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് പലസ്തീൻ എന്ന പേരിട്ടു. അത് റോമക്കാരിട്ടതാ, ഫെലിസ്തീർക്ക് കൊടുത്തു. അങ്ങനെ അവിടെ പലസ്തീൻ ഉണ്ടായത്. മുമ്പ് അവിടെ പലസ്തീൻ ഇല്ലായിരുന്നു. ഗാസ മെഡിറ്ററേനിയൻ തുറമുഖത്ത് ഈജിപ്തിനോട് ചേർന്ന് കുറച്ച് ഫിലിസ്തീനുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇസ്രയേൽ മുഴുവൻ പലസ്തീനികളുടെ അവകാശമാണെന്നും പറഞ്ഞാണല്ലോ ഇപ്പം ഈ ലോകത്തിലെ സകല സാംസ്കാരിക നായകന്മാരും ബഹളം ഉണ്ടാക്കുന്നേ. സത്യത്തിൽ എബ്രഹാം കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. തൻ്റെ ഭാര്യയെ അടക്കം ചെയ്യുവാൻ നിനക്കിഷ്ടമുള്ള നിലം എടുത്തുകൊള്ളുക എന്ന് ആ ദേശത്തിന്റെ ഉടമസ്ഥന്മാർ പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ വില കൊടുത്തേ വാങ്ങുകയുള്ളൂ. വില കൊടുത്ത് വാങ്ങിയതാ. അതിനുശേഷം ദാവീദ് ഓർന്നാന്റെ കളം, യെബൂസ്യനായ ഓർന്നാന്റെ കളം, യെരുശലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലം ആ കാലത്തെ നാട്ടുനടപ്പിനനുസരിച്ച് കാശ് എണ്ണിക്കൊടുത്തു വാങ്ങിയതാ. അതിനുശേഷം ബാൽഫോർ ഡിക്ലറേഷന് ശേഷം ആ രാജ്യത്തേക്ക് കുടിയേറി വന്ന യഹൂദന്മാർ ദശലക്ഷക്കണക്കിന് ഡോളർ കൊടുത്ത ഭൂമി വാങ്ങിയത്. സാധാരണ അധിനിവേശം എന്ന് പറഞ്ഞാൽ കീഴടക്കി സ്വന്തമാക്കല. എന്നാൽ യെരുശലേമിന്റെ കാര്യത്തിൽ, ഇസ്രയേലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കീഴടക്കി സ്വന്തമാക്കലല്ല നടന്നത്. കാശ് കൊടുത്ത് നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ, അതേ പൂർവ്വപിതാവായ അബ്രഹാം അഡ്വാൻസ് കൊടുത്തിട്ട് ഭൂമിക്ക് ചുറ്റും അവന്റെ സന്തതി പരമ്പരകൾ കാശ് കൊടുത്ത മണ്ണിൽ അവർ കുടിയേറിയിരിക്കുന്നത്. പണം കൊടുത്തു വാങ്ങി എന്ന നീതിയിന്മേൽ അവർ നിൽക്കുന്നത്. അവരെ അവിടെ നിന്ന് പറിച്ചു കളയാൻ ഇനി ഒരു ശക്തിക്കും കഴിയുകയില്ല. ആർക്കും അവരെ അവിടെ നിന്ന് ഓടിച്ചു കളയാൻ ഇനി ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന സ്വർഗീയ ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ആത്മാവാണ് അവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിരവധി രാജ്യങ്ങളുടെ നടുവിൽ വിറക് കൂനകൾ പോലെ, ഉണക്ക് വിറക് കൂനകൾ പോലെ ഇരിക്കുന്ന നിരവധി രാജ്യങ്ങളുടെ നടുവിൽ ഇസ്രായേൽ തീച്ചട്ടി പോലെ ഇരിക്കുന്നത്. അന്ന് നാളിൽ ഞാൻ യഹൂദ മേധാവികളുടെ കറ്റകളുടെ നടുവിൽ തീച്ചട്ടി പോലെയാക്കും എന്നെഴുതിയിരിക്കുന്ന പ്രവചനമാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഹൂദൻ ഒരടയാളമാ. ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വചനം. ആ ദൈവത്തിന്റെ വചനമാണ് നിന്റെ കയ്യിലിരിക്കുന്ന വചനം. ഇതുപോലൊരു പുസ്തകം ഈ ലോകത്താരും തയ്യാറാക്കിയിട്ടില്ല. ഇതുപോലൊരു പുസ്തകം ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകത്തിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്നു അത് തന്നെ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. മറ്റൊന്നുകൂടി അവർ പറഞ്ഞു, 3 വാചകങ്ങൾ. അതിലൊന്ന്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. AD 70 അത് വന്നു. 13 ലക്ഷത്തിലധികം മനുഷ്യരുടെ രക്തം മുഴുവൻ നിലത്തേക്കൊഴുകിയാൽ എന്ത് സംഭവിക്കും? മുകളിൽ നിന്ന് നോക്കിയാൽ ചുവപ്പ് പെയിന്റ് അടിച്ചതുപോലെ ഒരു ചുവപ്പ് തടാകം പോലെ യെരൂശലേമാക്കി മാറി. കാൽവരിയുടെ ഗിരിതടങ്ങളിൽ നിന്ന് നസ്രായന്റെ സ്തോത്രം, മുൾമുടി ധരിച്ച ആ ശിരസിൽ നിന്ന് കന്നത്തടിച്ചു മുറിഞ്ഞ ആ മുഖത്തെ ചർമ്മത്തിലൂടെ
ശരീരമാസകലം പറിച്ചു കീറപ്പെട്ട കാട്ടുചെന്നായി കൂട്ടമായ ഒരാടിനെ പിടിച്ചതുപോലെ ശരീരമാകെ പറിച്ചു കീറപ്പെട്ട് താഴേക്കൊഴുകിയ രക്തം, താഴേക്കൊഴുകിയവന്റെ പാപങ്ങളിലൂടെ ആ കുരിശിന്റെ പച്ച പൈന്നരത്തടിയിലൂടെ ഒഴുകി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയ രക്തത്തിന്റെ പകരം എന്റെ ദൈവം കൃത്യമായി ചോദിച്ച ദിവസങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന നമ്മൾക്ക് ആ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുകയാ പാപരോഗത്തിന്. ഹല്ലേലൂയ. ഒരു 1,10,000 പേരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 67-ഉം 68-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 67-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ വാക്കും പ്രൈസ് ദി ലോർഡ് 68-ാം വാക്യവും ദയവായി വായിച്ചാട്ടെ. സ്തോത്രം. 28-ന്റെ 67-ാം വാക്യം ആവർത്തന പുസ്തകം. അതിന്റെ ഒടുവിൽ ഹൃദയത്തിൽ നീ പേടിച്ചു കൊണ്ടിരിക്കുന്ന പേടി നിമിത്തം, നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കിക്കൊണ്ടുപോകും. ഒന്നുകൂടെ ആ വാചകം വായിച്ചേ. നിന്റെ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക്. നീ ഇനി കാണുകയില്ലെന്ന് പറഞ്ഞ വഴിയായി, നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കിക്കൊണ്ടുപോകും. യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കിക്കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും മിസ്രൈമിൽ. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാകയില്ല. മതി. ഇത് സ്തോത്രം 3400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച വേദഭാഗമാ AD 70 നടന്നത്. മിസ്രൈമിൽ നിന്ന് നീട്ടിയ ഭുജത്തിന്റെ ബലമുള്ള വീര്യം കൊണ്ട് തന്റെ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോ ദൈവം അവരോട് പറഞ്ഞു, ഇനി നീ ഒരിക്കലും ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല എന്നല്ലേ നമ്മുടെ പാട്ട്. ഇനി നീ ഇവനെ എന്ത് ചെയ്യല, കാണുകയല്ല. ഈ വഴിക്ക് നീ ഒരിക്കലും പോകണ്ടി വരികയല്ല. സ്തോത്രം. വാഗ്ദത്തമാ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം നമ്മൾ അവിശ്വസ്തരായാലും അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നു എന്നൊക്കെയാ നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ അവൻ വിശ്വസ്തനായില്ല. നിന്നെ മടക്കി കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, അവിടെ നിന്നെ അടിമകളാക്കി വിൽക്കാൻ നിർത്തും. വിലക്ക് മേടിക്കാൻ പോലും ഒരാൾ ഉണ്ടാകത്തില്ല. AD 70 സംഭവിച്ചു. ടൈറ്റസ് ഇവിടെ കൊല്ലാൻ പറ്റാത്തതിനെ കുറെ എണ്ണത്തിനെ കുറെ കപ്പലിൽ കയറ്റി 1,1050 എണ്ണമാണെന്ന് തോന്നുന്നു. ഈ അലക്സാണ്ട്രിയ ചേർന്ന് ഈജിപ്തിന്റെ തീരം ചേർന്ന് കൊണ്ടുപോവാണ്. എന്നാ പിന്നെ കുറെ എണ്ണത്തിനെ ഇവിടെ വിറ്റേച്ചു പോകാം, വഴിച്ചെലവിന് പൈസ ആകുമല്ലോ എന്നോർത്ത് അവിടെ വിൽക്കാൻ നിർത്തി. ടൈറ്റസ് അറിഞ്ഞില്ല, അവൻ പ്രവചനം നിവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനം നിവർത്തിക്കുകയാ. ഇതുപോലൊരു പുസ്തകം എവിടാ വേറെ ഉള്ളേ? ദൈവവചനത്തിന്റെ പ്രവചനങ്ങളാണ് ദൈവാസ്തിത്വത്തിന്റെ അടയാളം. ആ പ്രവചനങ്ങൾ ഇസ്രായേലിനെ സംബന്ധിക്കുന്നതാണ്. അതാണ് ദൈവാസ്തിത്വത്തിന്റെ അടയാളം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമുക്കും അത് ഓർക്കാൻ പറ്റണം. ഇനി മേലാൽ നിന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ കെട്ടടിച്ചു പോയ പാരമ്പര്യ ശക്തിയുടെ ആരാധനാമൂർത്തികൾ 3-4 തലമുറ മുമ്പൊക്കെ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന പാർട്ടികളെ വെച്ചൊഴിഞ്ഞാലും പോവുകയല്ല, അത് പുറകെ അങ്ങ് പോരും. അതാ ഇവന്മാരുടെ ഒരു സ്വഭാവം. അതിന് ഞാൻ ശാസിച്ച് പുറത്താക്കി കളയുന്നു.
ഇനി അത് നിന്നെ കാണുകയില്ല, തൊടുകയില്ല, വരാൻ സമ്മതിക്കുകയില്ല, വീടിന്റെ രക്തത്താൽ മുദ്ര വെക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? അശുദ്ധാത്മാവ് ഒരു ഭവനം വിട്ട് പുറത്തു പോയാൽ നീരില്ലാത്ത ഇടങ്ങളിൽ സഞ്ചരിച്ചിട്ട്, സ്തോത്രം, അത് തിരിച്ചു വരും. എന്നിട്ട് ഒന്ന് എത്തി നോക്കും, അടിച്ചുവാലി അലങ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ശൂന്യമാണ്. ഉടനെ അങ്ങ് കയറിയേക്കാം എന്നവൻ വിചാരിക്കുകയില്ല. കാരണം പണ്ടെനിക്കിട്ട് അടിച്ചിറക്കി വിട്ടതാ, അടിയുടെ വേദന ഇതുവരെ പോയിട്ടില്ല. എന്നാ പിന്നെ വേറെ കുറച്ചു പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാം. അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 എണ്ണത്തിന്. ഇതൊക്കെ നമുക്കറിയാവുന്ന വേദഭാഗമല്ലയോ? അടൂരുകാർക്കറിയാത്ത ഏത് വേദഭാഗമായി പുസ്തകത്തിലുള്ള? തന്നിലും ദുഷ്ടതയേറിയ 7 എണ്ണം. ആ 7 എണ്ണം തന്നിലും ദുഷ്ടതയേറിയ, ഞാനൊരു 1.5 ഇരട്ടി വീതം കൂട്ടുക, പ്രൈസ് ദി ലോർഡ്, ഏതാണ്ട് ഒരു 10-10. അതിൻ്റെ കൂടെ ഇവനും കൂടെ കൂട്ടുമ്പം ഒരു 12 ഇരട്ടി പവറിലാ കുടുംബത്തിനകത്ത് പഴയ പവർ കയറി വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പല കുടുംബങ്ങളിലും ഇങ്ങനെ. പ്രവാചകനെ വിളിച്ചാൽ അവൻ വന്ന് പറയും, 22ഓളം ബന്ധനങ്ങളെ ഞാൻ അഴിച്ചിരിക്കുന്നു, സ്തോത്രം, ഇനി ഒരു 32 ബന്ധനങ്ങൾ ഇച്ചിരി പ്രയാസമുള്ളതാണ്, അത് അടുത്ത മാസം അഴിക്കാം. അവൻ അടുത്ത മാസം ഉപവാസം വെച്ച് വരും. ആ 32 അഴിക്കുമ്പോഴേക്കും വേറെ 12 എണ്ണം ഓൾറെഡി വന്നിട്ടുണ്ടാവും. കാരണം തുടരെ വ്യാപാരങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണല്ലോ എന്നേ. ചുരുക്കി പറഞ്ഞാൽ ഇവൻ്റെ പോക്കറ്റിൽ കാശ് നിറയുമെന്നുള്ളതല്ലാതെ അവിടുന്ന് ഒരു വ്യാപാരവും പോകുകയില്ല. അതിനൊക്കെ വ്യവസ്ഥയുണ്ട് കുഞ്ഞെ, വ്യവസ്ഥ. അതിനൊക്കെ വചന വ്യവസ്ഥയുടെ അലംഘനീയമായ വഴിത്താരകളിലൂടെ സഞ്ചരിച്ചേ കാര്യം നടക്കത്തുള്ളൂ. അല്ല ഇവനങ്ങോട്ട് തലേ കൈ വെച്ച് പെടലി ഒടിയുന്ന കുലുക്കുകുലിക്കെന്ന് പറഞ്ഞ് ഒരു പരിപാടി നടക്കുകയില്ല. അപ്പൊ പറഞ്ഞ വാഗ്ദത്തം ദൈവം റദ്ദാക്കി കളഞ്ഞു. ഇത് ഇസ്രായേലിന്റെ കാര്യത്തിൽ സംഭവിച്ചെങ്കിൽ നിന്നോടുള്ള എന്റെ ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയെന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ പറഞ്ഞ വാക്ക് മാറ്റിക്കളഞ്ഞു. അശുദ്ധിയിൽ, അയോഗ്യതയിൽ, ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അഴിഞ്ഞുപോയ ബന്ധനങ്ങൾ മടങ്ങി വരും. അവൻ വാഗ്ദത്തം നിവർത്തിച്ചോണമെന്നില്ല. പിള്ളേരൊക്കെ ജോലിക്ക് അമേരിക്കയിലോട്ടും UK-ലോട്ടും ഫ്രാൻസിലോട്ടും ജർമ്മനിയിലോട്ടും ഓസ്ട്രേലിയയിലും ഒക്കെ ജോലിക്കോ അല്ലെങ്കിൽ സ്വത്രം മറ്റ് പഠനങ്ങൾക്കോ ഒക്കെ പോകുമ്പം പലരോടും ദൈവം ഇടപെടും. നിനക്ക് മുമ്പായി ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. മര്യാദയ്ക്ക് ജീവിച്ചാൽ ദൂതൻ മുമ്പിലുണ്ടായിരിക്കും. സ്വത്രം ദൈവത്തെ, കാരണം മോശയോട് ദൈവം പറഞ്ഞത്, ദൂതനെ അയക്കുന്നു, നീ അവനോട് വിഘടിക്കരുത്, അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിക്കയില്ല. ആ ദൂതൻ ആരാ? പരിശുദ്ധാത്മാവിൽ ആലോചന വചനപ്രകാരം പറഞ്ഞ് നടത്തുന്ന ദൈവദാസന്റെ പ്രവൃത്തിയിൽ ആ ദൂതൻ വെളിപ്പെട്ട് വരുന്നേ. വചന വ്യവസ്ഥക്കനുസരിച്ച് ഉപദേശിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന്, സ്തോത്രം, പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാകയാൽ ഉപദേശം അവനോട് ചോദിച്ച് പഠിച്ചു പോകണം. അങ്ങനെയാണ് ദൂതൻ എപ്പോഴും മുമ്പിലുണ്ടാവും. അല്ല കുറച്ചു നാൾ കഴിയുമ്പോൾ അന്തരീക്ഷമൊക്കെ പരിചയപ്പെട്ടു, UK-യുടെ മനോഹര ദേശങ്ങളൊക്കെ കണ്ടു, പ്രാർത്ഥന കുറഞ്ഞു, ആരാധനയില്ല, ആത്മീയതയില്ല, ഫാഷനായി. കാരണം അപ്പനും അമ്മയും കാണുന്നില്ലോ, എന്നാ വേണേലും ഇട്ടുകൊണ്ട് നടക്കത്തല്ലോ. ആ രീതിയിൽ അങ്ങ് പോയാൽ ദൂതൻ മാറിപ്പോകും. ഇന്ന് രാത്രി മാതാപിതാക്കൾ ഇത് മക്കളെ ഉപദേശിക്കട്ടെ, മക്കൾ ഇത് കേൾക്കട്ടെ. ഈ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളായി മാറിപ്പോയത് ഈ യഹൂദജനം, മാന്യതയും മഹത്വവുമുള്ള ഈ യഹൂദജനം ഏറ്റവും ഉണങ്ങിയ അവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. വായിക്കാം 11-ാം വാക്യം മുതൽ. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഈ അസ്ഥികൾ ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ സകല പ്രതീക്ഷകളും അറ്റു.
അവരുടെ സകല സാധ്യതകളും മറ്റു. ഇനി രക്ഷയില്ല. അനുസരണക്കേടി പോയി വന്ന അവസ്ഥയാ. അപ്പൊ കർത്താവ് എന്താ പറയുന്നേ? വായിക്കാം, തുടർന്ന് വായിക്കാം. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ എന്റെ ജനമേ. ഇവരനുസരണക്കേടിന്റെ തെറ്റിൽ വീണ് സഹസ്രാബ്ദങ്ങളോളം ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള ശിക്ഷ അനുഭവിച്ച് ഒരു നീരിന്റെ അംശം പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ തകർന്നു കിടക്കുമ്പോഴും ഇവർ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ജനമാണ്. ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം, വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ജനം അനുസരണക്കേടിന്റെ അടിമേടിച്ച് തീരെ മുടിഞ്ഞു പോകുന്ന സാഹചര്യം വന്നാലും എന്റെ ദൈവത്തിന് അവരെ കുറിച്ചൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്ക് അവൻ കൊണ്ടുവരും എന്ന് അടൂരിലെ തകർന്നുപോയ കുടുംബങ്ങൾ അറിയട്ടെ. വായിക്കാം. എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് പ്രയോഗം കേട്ടോ. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ആശുപത്രിയിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമെന്നല്ല, രോഗശയ്യയിൽ നിന്ന് നിന്നെ ജീവിച്ചിപ്പിച്ചു കൊണ്ടുവരുമെന്നല്ല, മരിച്ച് ജീവൻ നഷ്ടപ്പെട്ട് അഴുകാൻ തുടങ്ങിയ ശരീരമായി ഈ ലോകത്തിലും മറ്റാർക്കും കുടുംബത്തിലും ഒരു വ്യക്തിക്കും പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ നഷ്ടപ്പെട്ട് മണ്ണിനകത്ത് കുഴി കുടിച്ച് അടക്കിപ്പോയ സ്ഥാനത്ത് നിന്ന് ഈ രാത്രി എന്റെ ദൈവത്തിന്റെ ആത്മാവ് ദേശത്തെ ചില ഭവനങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. ചില ദൈവപുത്രന്മാരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. ജീവൻ നഷ്ടപ്പെട്ട് ശക്തി നഷ്ടപ്പെട്ട അസ്ഥി മാത്രമായി ആരും മറന്നുപോയ വിധത്തിൽ ശവക്കുഴിക്കകത്ത് കിടക്കുന്ന നിലയിലുള്ള ചിലതിനെ ഉദ്ധാരണത്തിലേക്ക് കൊണ്ടുവരാൻ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അവകാശ ദേശത്തേക്ക് കൊണ്ടുപോകും. അവകാശദേശത്തേക്ക് കൊണ്ടുപോകും. അത് നിനക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ വാഗ്ദത്തങ്ങളെ പ്രാപിച്ച ജനം, തിരഞ്ഞെടുപ്പ് പ്രാപിച്ച ജനം, ഈ രണ്ട് കാര്യങ്ങളുള്ള ജനം ഓർക്കണം. അടി അവർക്ക് കിട്ടും, ശിക്ഷകൾ അവർക്കുണ്ട്, ശാസനകൾ അവർക്കുണ്ട്. എന്നാൽ അതിലേറ്റവും മുടിഞ്ഞു പോയാലും ഏറ്റവും തകർന്നു പോയാലും അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുക്കമാണെങ്കിൽ അവരെ സന്ദർശിച്ച് അവരെ വീണ്ടും ഫലഭൂയിഷ്ടിയുള്ളവരാക്കി മാറ്റുന്നൊരു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുക. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് വാഴ്ത്തിയാട്ടെ. Praise the Lord. തീർന്നു, അവസാനിച്ചു. ഇനി സഭയെ ഉണർത്താനാവില്ല. ഇനി ജനത്തിന് വ്യത്യാസം വരുത്താനാവില്ല. ഇനി ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വ്യത്യാസം വരില്ല. ഇനി എന്റെ തലമുറയ്ക്കൊരു ഗതി പിടിക്കാൻ പോകുന്നില്ല. ഇനിയും എന്റെ കുടുംബത്തിനൊരു ഭാവി സാധ്യതയില്ല എന്ന് വിചാരിച്ച് എല്ലാം മറന്ന് ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? പ്രാർത്ഥന നിർത്തി. ഇനി ഉപവസിച്ചിട്ട് എന്ത് കാര്യം? ഉപവാസം നിർത്തി. ഇനി ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് കാര്യം? ആരാധന നിർത്തി. എന്നാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, നിന്റെ മേൽ വാഗ്ദത്തങ്ങളുണ്ട്. നീ അറിയാത്ത വാഗ്ദത്തങ്ങളുണ്ട്. ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞ വാഗ്ദത്തമല്ല. രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തുവിലുള്ള അവകാശം പ്രാപിച്ച ദൈവത്തിന്റെ ജനത്തിന് ദൈവം വചനം പറയുന്ന വാഗ്ദത്തങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. അത് രണ്ടും പ്രവർത്തനക്ഷമമാകാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിനുള്ള ഓഹരി ദൈവഭാഗത്തേക്ക് സ്തോത്രം ചേർക്കപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ളവർ എഴുന്നേറ്റ് നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ദൈവം ജീവിതങ്ങളെ നടത്താൻ പോവുകയാണ്.